ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ ദൈവം എന്ന് പകല് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വിടുതലുകളും അത്ഭുതങ്ങളും ആ സാക്ഷ്യത്തിനകത്ത് വെളിപ്പെടട്ടെ. ഓരോ ദൈവമക്കൾക്കും അത് ഒരു അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. അതേപോലെ കേട്ട ദൈവത്തിന്റെ വചനം സ്തോത്രം അഭിജിത്ത് നല്ലോണം സ്റ്റഡി ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, അതേപോലെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ആ പ്രാർത്ഥിക്കുന്നതിനകത്ത് വന്ന ദൈവത്തിന്റെ ദൂത സ്തോത്രം സ്ട്രോങ് ആയിട്ടുള്ള ദൂത എന്ന് പറഞ്ഞത് നമ്മളെ സഭയിലെ ഓരോ ദൈവമക്കളും ബലപ്പെടുന്ന ഒരു ദൂത. അതിനകത്തൊരു വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കാതിരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കും. നമ്മളെ പ്രശ്നത്തിന് ആരാ സംസാരിക്കുന്നത്? സാധാരണ ആരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തന്നെ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിച്ചാൽ ദൈവത്തിന് മറുപടി തരാൻ പറ്റൂ? കർത്താവിന് മറുപടി തരാൻ പറ്റൂ? നമ്മൾ അതിന്റെ ഒരു വാക്കാണ് ഏറ്റവും വാക്കായിട്ട് കൂട്ടിക്കോണം. ആ ഒറ്റ വാക്കിനകത്തുണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സറണ്ടർ ആയിക്കോണം. നമ്മൾ താഴ്ത്തിയെ ഏൽപ്പിച്ചോണം. ബാക്കി സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അല്ല, ആരാണ്? ദൈവമാണ്. ആ ഒറ്റ വാക്യം എന്നത്തെ ദൂത എന്തുവാ? നിങ്ങൾ സംസാരിക്കാതിരുന്നാൽ ഞാൻ സംസാരിക്കും. നിങ്ങൾ സംസാരിക്കാതെ സംസാരിച്ചു. എനിക്ക് സംസാരിക്കേണ്ട റോളിൽ കിട്ടിയില്ല. റോൾ ആർക്കുള്ളതാ? സംസാരിക്കാൻ തിരിച്ചു സംസാരിക്കാനുള്ള റോൾ ആർക്കുള്ളതാ? കർത്താവിനുള്ളതാ. സ്തോത്രം, സ്തോത്രം. അതുപോലെ ഇന്ന് കണ്ട ഇസ്രായേലിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. അപ്പോഴെന്തോ നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ഇന്ന് വന്ന ഈ ശത്രു കൊണ്ടുവന്നിരിക്കുന്ന രോഗബന്ധനം ഇനി എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാവണം. അതിനെന്റെ കർത്താവ് അത്ഭുതം ചെയ്യണം. ഈ ഒരു പ്രാർത്ഥന മതി. ഏത് രോഗത്തെയും ഏത് ക്ഷീണത്തെയും പ്രയാസത്തെയും കടഭാരങ്ങളെയും മാനസികമായുള്ള പിരിമുറുക്കത്തെ എല്ലാം ആരെടുത്ത് മാറ്റും? കർത്താവ് എടുത്ത് പൂർണ്ണമായി മാറ്റും. ഇന്ന് കണ്ടതുപോലെ ഇനി ഞാൻ ഒരിക്കലും കാണത്തില്ല. കാര്യം എനിക്ക് വേണ്ടി ആരിറങ്ങിയിട്ടുണ്ട്? കർത്താവ് ഇറങ്ങി. എന്റെ ഈ കഷ്ടത്തിനകത്ത് കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കർത്താവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിച്ചതുപോലെ ഇന്ന് കണ്ടതുപോലെ ഇനി ഒരു നാളും ഞാൻ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ആ രീതിയിലാണ് ദൈവം വിടുതൽ തരുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പരിപൂർണമായ ഒരു വിടുതല കർത്താവ് തരുന്നത്. അല്പം വിടുതലല്ല തരുന്നത്. മനുഷ്യൻ തരുമ്പോഴെല്ലാം അല്പമേ തരും. പക്ഷെ ദൈവം നമുക്ക് തരുമ്പോഴത്തേയും പരിപൂർണമായി. സ്തോത്രം. ഇന്ന് അഭിജിത്തിന്റെ ദൈവശക്തമായി ഉപയോഗിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം ഇതേപോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ നമുക്ക് അഭിമാനം, സന്തോഷം. സഭയ്ക്കകത്ത് ആ ദൂതിന്റെ കലവറ തുറക്കപ്പെടുന്നെന്ന് കേൾക്കുമ്പോൾ, അവരുടെ ഉള്ളിനകത്ത് അത് വെളിപ്പെടുന്നെന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. സ്തോത്രം. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിലെല്ലാം നമ്മൾ കണ്ടു. തലമുറയ്ക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, തലമുറയ്ക്കകത്ത് നടക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മൃഗം പോലും ചെയ്യാത്ത രീതിയിലുള്ള മൃഗീയ സ്വഭാവമാണ് ഇന്ന് ആരുടെ മേൽ വന്നിരിക്കുന്നത്? മനുഷ്യരിൽ വന്നിരിക്കുന്നത്. സ്തോത്രം. ഞാനത് ചിന്തിച്ചപ്പോൾ ഇപ്പൊ രണ്ട് പിള്ളേര് റോഡിൽ നിന്ന് അടി ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം, എനിക്ക് തോന്നുന്നു എന്റെ ചെറുപ്രായത്തിലെല്ലാം ഈ റോഡിൽ നിന്ന് അടിക്കുമ്പോൾ പേടിച്ച അടിക്കുന്നത്. കാര്യം നാട്ടുകാർ തിരിച്ചടിക്കും. ഇവിടെ നിൽക്കുന്ന പ്രായമുള്ളവരും എല്ലാം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? രണ്ടു കൂട്ടരെ അടിക്കും. അപ്പൊ നമ്മൾ അവരില്ലാത്ത ഭാഗത്തെ വഴക്കുണ്ടാക്കത്തു. പിള്ളേരെ ഒന്നും അങ്ങോട്ട് വഴക്കുണ്ടാവണമെങ്കിൽ രഹസ്യമായിട്ട് ബാത്റൂമിനകത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ വെച്ചെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയുള്ള ശീലമുണ്ട്. ഇപ്പം പിള്ളേർ വന്ന് ഓപ്പണായിട്ട് വന്ന് ബസ് സ്റ്റാൻഡിനകത്ത്. അപ്പൊ അതിനകത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി. ഒന്ന് ദൈവഭയമില്ല, ഒന്ന് മൃഗീയ സ്വഭാവം, ദൈവ സ്വഭാവം. 10ാം ക്ലാസ് പഠിക്കുന്നവന്മാർ 10ാം ക്ലാസ്സിന്റെ ഫംഗ്ഷൻ നടത്തുന്നത് വെള്ളമടിച്ചു. സ്വന്തം കുറെ നേതാക്കന്മാരും സാറുമാരും പറയുന്നുണ്ട് ലഹരി വരുന്നു. ആദ്യം നിങ്ങൾ മാറും, നിങ്ങൾ ഗുണപ്പെടും, എന്നിട്ട് വേണം നിങ്ങൾ ലഹരിയെ പറ്റി സംസാരിക്കാൻ. നിങ്ങൾ അപ്പുറത്ത് ഓരോന്ന് തുറന്നു കൊടുത്തോണ്ടിരിക്കുക, എല്ലാ സൗകര്യവും കൊടുത്തോണ്ടിരിക്കുക, എന്നിട്ട് പറയാം ലഹരി മാറ്റണമെന്ന് പറഞ്ഞാൽ നടക്കൂ? പിള്ളേർക്ക് ലഹരി മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങൾ ശരിയാവും, എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. അതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ഞാൻ ലഹരി വിമുക്തം എന്ന് പറഞ്ഞതിലെ റാലി പോകുന്നതാണ്. കുറെ പേരെ കൊണ്ടുപോകുന്നത് എല്ലാം വൈകിട്ടാകുമ്പോൾ ലഹരിക്ക് അടിമയും. ഈ കൊണ്ടുപോകുന്നവരെല്ലാം നമുക്കറിയാവുന്നവരാ, വ്യക്തിപരമായിട്ട് അറിയാവുന്ന. അപ്പൊ അത് പറയാനുള്ള യോഗ്യതയില്ല. യോഗ്യത എന്തെങ്കിലും പറയാവും. കുഞ്ഞുങ്ങളെ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ തിരിച്ചു അപ്പോഴേ മറുപടി പറയുന്ന കുഞ്ഞുങ്ങൾ. ഞാൻ കണ്ടതിൽ ഒരു കാര്യമുണ്ട്. ഇന്ന് എല്ലാ മനുഷ്യനും സാർത്ഥര. ഇപ്പൊ ഒരു പ്രായമുള്ള മനുഷ്യനെ കുറച്ച് ചെറുപ്പക്കാർ വന്ന് തല്ലുന്നതോ അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾ തല്ലുന്ന കാണുമ്പോഴും ഞാൻ എന്തിനും ആവശ്യമില്ലാത്ത ഇടപെടുന്നത്? എനിക്കെന്തിനാ ഇതിനകത്ത് ആവശ്യമില്ലാത്ത പരിപാടി ഇരിക്കുന്നത്? ഞാൻ എന്റെ പാട്ടുമോ ഈ രീതിയാ. പണ്ട് അങ്ങനല്ല, ഇല്ലയോ? പണ്ട് എനിക്ക് നല്ലോണം അറിയാം. നമ്മൾ താമസിക്കുന്ന ഭവനത്തിന്റെ അകത്തൂടെ പരിചയമില്ലാത്ത ഒരാൾ 2 വട്ടം നടന്നു പോയാൽ ചോദിക്കും ആരെങ്കിലും ഒരാൾ
എന്താ നിങ്ങൾ എവിടെ വന്നേന്ന് ചോദിക്കും. ഇന്ന് ചോദിക്കും. ഇന്ന് ചോദിച്ചാൽ എപ്പോ ഇടി മേടിച്ചെന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന ആ ചോദിക്കുന്ന ആൾ ഒറ്റയ്ക്കായി പോകും. മറ്റേതല്ല, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വീട്ടുകാർ ഇറങ്ങും. എന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് മതിലെല്ലാം കെട്ടി ഗേറ്റെല്ലാം അടച്ചു, ആ സ്നേഹമെല്ലാം അങ്ങ് പോയി. സ്തോത്രം. ഒരാവശ്യം വന്നാൽ, നാട്ടിൽ ഒരു ആവശ്യം വന്നാൽ ഒന്നും ഇല്ല. അഥവാ ആരെങ്കിലും വന്നാൽ അവൻ അത് മുതലെടുക്കാനാണ് നോക്കുന്നത്. അവന് ഇതിനകത്ത് നന്മയ്ക്കല്ല വരുന്നത്, അത് മുതലെടുക്കാനാണ് നോക്കുന്നത്. ആ രീതിയിലേക്ക് പോയിക്കുക. ഇപ്പം ആരും പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. എന്ത് ചെയ്യുന്നറിയാം? ക്യാമറ ഉണ്ടോ, അത് കറക്റ്റായിട്ട് സോഷ്യൽ മീഡിയയിലും ഇടും, മറ്റുള്ളവർക്ക് കാണാൻ. സ്തോത്രം. ആ സമയം കൊണ്ടൊന്ന് ഒരു ഉപദേശം കൊടുത്താൽ ചിലപ്പോൾ മാറിപ്പോകും. ചിലപ്പോൾ ഉപദേശം കൊടുത്താൽ ഇന്ന് ഉപദേശിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത ലെവലായി. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു സ്നേഹമില്ല. സാർത്ഥതയ്ക്ക് അപരാധമായി. എനിക്ക് എന്റെ കാര്യം നാളെ നമുക്കും സംഭവിക്കും. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ തലമുറ നശിച്ചു പോകില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ. നമ്മളെ തലമുറ ഒരിക്കലും അതിനകത്ത് കാണാതിരിക്കല്ല എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ തലമുറ കാണാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ഇത് എടുത്തോണ്ടത്, ഇത് അവരെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ തലമുറ ഇതിനകത്ത് വരാനൊന്നും വലിയ താമസമൊന്നുമില്ല, ഇല്ലയോ? ലോകത്തിനകത്ത് വൈരാഗ്യം, ഈ വൈരാഗ്യം മൃഗത്തിന് പോലും ഇല്ലാത്ത വൈരാഗ്യമോ മനുഷ്യനിപ്പോ. സിമ്പിളാ. കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്താപം ഉണ്ടായിരുന്നു. ഇന്ന് കൊലപാതകം ചെയ്ത പശ്ചാത്താപം ഇല്ല. ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അഭിമാനത്തോടെ ഇറങ്ങുന്നത്. ഇതൊന്നും ഒരു നാണക്കേടയല്ല. സ്തോത്രം. നാണക്കേടയല്ല. ഇതൊന്നും ഒരു വിഷയമേ അല്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകൾ വായിച്ചു. ഞാനപ്പോ ഓർക്കുക, ദൈവം ചെയ്ത കരുതൽ എത്ര വലുതാണ്. ഞാൻ ഒരു സാക്ഷ്യം ഞാൻ പറയാം. സ്തോത്രം. ഇത് ദൈവത്തെ അറിയാത്ത കുഞ്ഞുങ്ങളാ, അല്ലെങ്കിൽ അവര് ലോകപരമായി അതിനകത്ത് എഴുതിച്ചേർന്നോണ്ടാന്ന് പറയാം. ഞാൻ ഒരു സാക്ഷ്യം പറയാം. കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരാള് എന്നോട് വിളിച്ചു വന്നു. എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലിയാണ്, ലണ്ടനിലുള്ള ഫാമിലി. അവരെ ഒരു ബിൽഡിംഗ് കൊടുക്കാൻ കിടക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ നാളെ ഞങ്ങൾ ആരുമില്ല, ഒരു ഉപാധി ചെയ്യും, പക്ഷെ ആ താക്കോലും കൊണ്ട് അതെല്ലാം തുറന്നു കാണിക്കണം. ഈ ബിൽഡിങ്ങിനകത്ത് എല്ലാം എന്ത് ചെയ്യണം, അവർ വാങ്ങാൻ വരുന്നുണ്ട്, അതൊന്ന് തുറന്നു കാണിക്കണം. ആരാ കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? അവരുടെ പള്ളിയിലെ അച്ഛനാ കൊണ്ടുവരുന്നത്. ഓർത്തഡോക്സ് അച്ഛൻ. വലിയ പള്ളിയാ, വലിയ വരുമാനമുള്ള പള്ളിയാ, വലിയ ശമ്പളമുള്ള പള്ളിയാ, നന്മയുള്ള പള്ളിയാ. അതുപോലെ ഈ അച്ഛൻ എപ്പോഴും വിദേശങ്ങളിൽ പോയി വരുന്ന ആളാ, എല്ലാമാ. പക്ഷെ അച്ഛൻ കൊണ്ടുവരുക എന്തോ പരിപാടി എന്നറിയാമോ? അച്ഛൻ കൊണ്ടുവരുക, കച്ചവടത്തിന് കൊണ്ടുവരുക. എനിക്ക് പരസ്പരം അറിയാവുന്ന അച്ഛനാ. അച്ഛൻ കൊണ്ടുവന്ന അവർ പറഞ്ഞതുപോലെ പാസ്റ്ററിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പാസ്റ്റർ തുറന്നു കാണും. അപ്പൊ ഈ ബിൽഡിങ്ങിനകത്ത് ചില വേറെ ആൾക്കാർക്ക് കയറാനുള്ള വഴിയുണ്ട്, വേറെ അതിനോട് ചേർന്നുള്ള വഴികളെല്ലാം ഉണ്ട്. ഇതിനകത്ത് വെള്ളത്തിന് പ്രശ്നമുണ്ട്, വഴികളുണ്ട്. ഈ വന്ന പാർട്ടി കൊണ്ടുവന്നിട്ട് അച്ഛൻ പറഞ്ഞു, പക്ഷേ ഇത് എന്റെ സഹോദരൻ, ഞങ്ങൾ ഒറ്റ കൂടപ്പുറപ്പാട്ട് ജീവിക്കുന്ന ആളാണ്. നല്ല സമ്പത്തുള്ള ആളാ വന്നത്. നല്ല എന്റെ സഹോദരനാണ്. ഗൾഫില് ഞങ്ങൾ ഓർത്തഡോക്സ് പള്ളിയുടെ സെക്രട്ടറിയാണ്, പുള്ളി സെക്രട്ടറിയാണ്. അതുപോലെ ഗൾഫിൽ ചെല്ലുമ്പോൾ എന്നെ ഒരുപാട് സഹായിക്കുന്നതാണ്, എനിക്കല്ലാതെ സഹായം ചെയ്യുന്ന ഒരുപാട് കാര്യം ചെയ്യുന്നത് എന്റെ സ്വന്തം കൂടപ്പുറപ്പം. ഞാനോർത്ത് അച്ഛൻ ഇത്രയും കൂടപ്പുറപ്പായ വ്യക്തിയാ കൊണ്ടുവന്നിരിക്കുന്നത്, സ്വന്തം സഹോദരനെ പോലെ കാണുന്നത്. ബിൽഡിംഗ് തുറന്നു കാണിച്ചപ്പോൾ എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുത്ത്, വഴി ഇങ്ങനെ വേറെ ആൾക്കാർക്കുണ്ട്, ഇതിന് പോകാനുള്ള വഴിയുണ്ട്. വെള്ളത്തിന്റെ വിഷയം പറഞ്ഞു, വെള്ളം കുറവേ കാട്ടു, അതിന്റെ രീതിയിലേ ഇത് കിട്ടത്തുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ മുഴുവനും ആര് പറഞ്ഞു കൊടുക്കും? ഞാൻ നിന്ന് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. മറ്റേ ആള് മേടിക്കാൻ നല്ല മൂടായിട്ട് വന്നേ. ഇയാൾ ഇതിന്റെ സത്യാവസ്ഥ എല്ലാം മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരനങ്ങ് പോയി. ആ വീട്ടിലെ ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഓണർ എന്നെ വിളിച്ചിട്ട് വന്നു, പക്ഷെ പാസ്റ്റർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് അത് നടക്കാനേ, കച്ചവടം നടക്കും. അച്ഛൻ വന്നെങ്ങനെ പറഞ്ഞു, ഞാൻ നെഗറ്റീവ് പറഞ്ഞു. ഞാൻ നെഗറ്റീവ് ഒന്നും ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരിക്കലും പറയല്ലേ, ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഞാൻ കറക്റ്റ് വഴികൾ പറഞ്ഞു കൊടുത്തു, അതിനകത്തുള്ള പ്രശ്നങ്ങളും പറഞ്ഞു, നല്ലതും പറഞ്ഞു കൊടുത്തു. എന്നാൽ നാളെ അദ്ദേഹം മേടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം എടുത്തു പറയും, ഒരു പാസ്റ്റർ ആയതുകൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വചനമായിട്ട് എടുത്ത് നടക്കുന്നവനാ. എനിക്കിതിനകത്ത് ഒരു ലാഭവും വേണ്ട, എനിക്കിതിനകത്ത് ഒരു നന്മയും വേണ്ട, എനിക്ക് സൈഡായിട്ടുള്ള ഒരു വരുമാനവും വേണ്ട. എനിക്ക് ഇതിനകത്തുള്ള മതി, ദൈവം എന്ത് തരുന്നു അത് മതി. ഞാൻ ഈ വചനമായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ ഒരുവനെ ചതിച്ചാൽ അതിന്റെ പേര് കബളിപ്പിക്കുക.
ആ കബളിപ്പിക്കുന്നതിന്റെ ശിക്ഷ വലുതാ, ബൈബിൾ വായിച്ചാൽ അറിയാം. അതുകൊണ്ട് ആ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കിത് എന്റെ പണിയല്ല. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചു. അപ്പൊ ഞാനത് കറക്റ്റ് കാണിച്ചു കൊടുത്തത്, ഇതാണ് വഴി, ഇതാണ് വെള്ളം എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അതിന് തെറ്റിപ്പോയെങ്കിൽ അത് ആരാണ് തെറ്റാണ്. ദൈവം വെച്ച ആളെ മേടിക്കത്തുള്ളൂ. ഇനി ആരൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ദൈവം ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചില്ല. ഇത് പറഞ്ഞ് ഞാൻ വെച്ചു. ഞാൻ പറഞ്ഞ ഞാൻ അച്ഛനോട് ചോദിക്കുന്നു. അപ്പോൾ അയ്യോ അച്ഛനോട് ചോദിക്കല്ലേ. ഞാൻ പറഞ്ഞ അച്ഛനോട് ചോദിക്കും. പിന്നെ അച്ഛനോട് ചോദിക്കാതിരിക്കാൻ പറ്റൂ. നേരെ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തൊരു പരിപാടി അച്ഛൻ പറഞ്ഞേ, ഞാൻ നെഗറ്റീവ് ആണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ അങ്ങനല്ല പാസ്റ്റർ പറഞ്ഞേ, ഞാൻ വേണേ ഇപ്പൊ വീട്ടിൽ വരാം, നമുക്ക് സംസാരിക്കാം, അവരോട് ഫോണിൽ കൂടെ സംസാരിക്കാം. ഞാൻ അങ്ങനല്ല പാസ്റ്റർ പറഞ്ഞത്. ഞാൻ പിന്നെ എങ്ങനെ അച്ഛൻ പറഞ്ഞേ? അല്ല പാസ്റ്റർ അതൊന്നും അവരോട് പറയണ്ടായിരുന്നു. ആരെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേ? സ്വന്തം സഹോദരൻ. ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മനുഷ്യനാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് പറയുക പള്ളിയിൽ അച്ഛൻ കള്ളൻ പറയുക. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നു. എന്നോട് പറയുക അങ്ങനെയൊന്നും പറയല്ലേ, വസ്തുവല്ല അവർ മേടിച്ച് എഴുതി കഴിയുമ്പോൾ നമുക്ക് പറയാം. എഴുതി കഴിഞ്ഞിട്ട് പാവപ്പെട്ടം വന്നിട്ട് ആ വഴി കയറുമ്പോഴ് വേർത്തം വന്ന് ചീത്ത വിളിക്കുമ്പോഴ് അത് അവരുടെ വഴിയാ, അതിലേ പോവല്ലേ എന്ന് പറയാം. ഞാൻ ഇതാണോ അച്ഛനെ പഠിപ്പിക്കുന്നത്? അച്ഛോ ഞാനേ വേദോസം എടുത്ത് ദൈവത്തിന്റെ വചനത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന, ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസന. എനിക്ക് ദൈവത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് അഴികൊള്ളാൻ എനിക്ക് താല്പര്യമില്ല. ഇതിന്റെ പേരാണ് കബളിപ്പിക്കുക, വഞ്ചിക്കുക. ഈ വഞ്ചനയുടെ ശിക്ഷ എന്തെന്ന് വചനത്തിനകത്ത് പറയുന്നത് മനസ്സിലാക്കിയിട്ടോ. അതിനൊരിക്കലും എന്നെ കിട്ടത്തില്ല. ഞാൻ എന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ സത്യമേ കാണിക്കൂ. അല്ലാതെ എനിക്ക് സൈഡ് വരുമാനം വേണ്ട. എനിക്ക് ഒറ്റ വരുമാനമേ ഉള്ളൂ, സുവിശേഷ വേല എന്ന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അതാ എന്റെ ജീവൻ മൊത്തം. എനിക്ക് അതിനകത്തുള്ള സന്തോഷവും സമാധാനം മതി. അല്ലാതെ സൈഡിൽ കൂടെ കിട്ടുന്ന പൈസ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പൈസ ഉണ്ടാക്കാൻ വന്നതല്ല ഈ മാർഗത്തിനകത്ത്. അച്ഛൻ അല്ല പക്ഷെ അങ്ങനെ ചൂടാവല്ലേ. പക്ഷെ അത് നമ്മള് ബിസിനസ്. ഞാൻ എന്റെ പരിപാടി ബിസിനസ് അല്ല, എന്റെ പേര് കർത്താവിന്റെ പേര്. അച്ഛന് ചിലപ്പോ ഇതെല്ലാം ബിസിനസ് ആയിരിക്കും. അപ്പൊ ഞാൻ അവർക്ക് ഈ പുരോഹിതന്മാര് അദ്ദേഹം വെച്ചിരിക്കുന്ന വീട് പോയി കാണണം, അദ്ദേഹം വെച്ചിരിക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസം കാണണം, അദ്ദേഹത്തിന് ദൈവം കൊടുത്ത നന്മകൾ കാണണം. എന്നിട്ടും അത്യാഗ്രഹം. ഞാനിപ്പോ ഓർക്കുക, ഇത്രയും അത്യാഗ്രഹം. കൂടെ നിന്നവനെ പറയുക, സ്തോത്രം, കൂടെ നിന്ന് സഹോദരനെ സഭയ്ക്കകത്തുള്ളവനെ പറയുക എന്റെ കൂടപ്പുറപ്പാന്നെല്ലാം പറഞ്ഞു പരിചയം. ഞാൻ ഓർത്തി ഈ കൂടപ്പുറപ്പെന്നപ്പോഴും പറഞ്ഞ കള്ളത്തരമില്ലേ? കൂടപ്പുറപ്പെന്ന് പറഞ്ഞാലേ ഞാൻ എന്റെ ദൈവമക്കളെ കൂടപ്പുറപ്പാട്ടാ കാണുന്നത്. എന്റെ ദൈവമക്കൾക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടായെങ്കിൽ എനിക്ക് സംഭവം ഉണ്ടായതുപോലെ എനിക്ക് കരയുന്നത്. അപ്പൊ ഇവരെല്ലാം പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇവർക്ക് ജനത്തോട് എന്തുവാ സ്നേഹമുള്ളത്? ഇവർക്ക് ഇവരുടെ കാര്യത്തോട് മാത്രമേ താല്പര്യമുള്ളൂ. ഇവർക്ക് ഇവരുടെ കുടുംബം ഇതിനകത്ത് വിൽക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ഇവരുടെ കൈ കിട്ടും, അല്ലെങ്കിൽ ലണ്ടനിലുള്ള കുടുംബം കുറച്ച് കൊടുക്കും. അതെല്ലാം ഇവർ ആഗ്രഹിക്കുന്നത്. ലണ്ടനിലുള്ള കുടുംബത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനത്തുള്ള പരിപാടിയല്ല എന്റെ പരിപാടി, മേലെ ഇങ്ങനത്തുള്ള കാര്യത്തിനാണ് എന്നെ വിളിക്കുന്നത്. സ്തോത്രം. ഞാൻ എനിക്ക് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയും, ശരിയെന്ന് പറയും. കാര്യം എന്തുവാ? അതിനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ സ്തോത്രം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നാളെ ആ പാവപ്പെട്ടവൻ എന്തായാലും പറയും, അത് കാണിച്ചത് പാസ്റ്റ വന്ന് കാണിച്ചതാ, അയാള് കാണിച്ചപ്പോ ഒന്നും അയാൾ പറഞ്ഞില്ലെന്ന് പറയും. പറയണ്ടെങ്കിലും ഇല്ലെങ്കിൽ അയാൾ പറയണ്ട, ദൈവസേനയിൽ ഞാൻ ചെയ്യുന്ന നീതിയാണോ? അതുകൊണ്ട് ദൈവമക്കളെ നമ്മളടുത്ത് എന്ത് വന്നാലും അത് നീതിയോടുള്ളതേ വരാവും. അതിനകത്ത് എന്തെങ്കിലും കഷ്ടമോ പ്രയാസമോ സങ്കടമോ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ സന്തോഷിക്കും. കാര്യം എന്തുവാ? നീതി ചെയ്തിട്ട് ഒരു കഷ്ടം അനുഭവിക്കുവാണെങ്കിൽ അത് ഭാഗ്യം. അതാല് ആ സ്തോത്രം മറ്റുള്ളവനെ ചതിച്ചുണ്ടാക്കിയത് വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നഷ്ടം. ഞാനിപ്പോ ഒരു പുരോഹിതന് സ്തോത്രം വലിയ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞപ്പോ ഈ പുരോഹിതൻ ഒരു കാര്യത്തോട് എന്നോട് പറഞ്ഞു, പിന്നെ മുതൽ ഞാൻ എത്ര ഫോൺ ചെയ്താലും ഇത് കിട്ടത്തില്ല. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാര്യം എന്തുവാ? ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ അദ്ദേഹം തീരുമാനിച്ചു, ഇദ്ദേഹം മൊത്തം കള്ളനാണ്. ഇദ്ദേഹത്തെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മളെ ചതിക്കത്തേ ഉള്ളൂ. കാര്യം എന്തോ കള്ളത്തരം പറഞ്ഞു കൊണ്ടുവന്നതാ, എന്തോ കള്ളത്തരം കൊണ്ടുവന്ന് നന്മ കാണിച്ചു കൊണ്ടുവന്നതാ. ഇത് അദ്ദേഹത്തിന്റെ തലയെ കൊടുക്കാൻ നോക്കിയതാ. പക്ഷെ ആരും സമ്മതിച്ചില്ല. എനിക്കൊന്ന് പുള്ളിയുടെ പ്രാർത്ഥനയാവാം, അതുകൊണ്ടായിരിക്കും ഞാൻ വന്നത്, അല്ലെങ്കിൽ വേറൊരാളാ വരുന്നത് കാണിക്കണം. അവിടെ ദൈവം എന്നെ കൊണ്ടുവന്നത് പറയാനും അതിനകത്ത് ഒരു പ്രയാസമോ വേദന ഉണ്ടായ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ചോദിക്കേണ്ട കാര്യം ഞാൻ ചോദിച്ചു പറയും. കാര്യം ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ദൈവപൈതലിന്റെ ജീവിതത്തിനകത്ത് എന്തേ ഉണ്ടാവാവും? നീതിയെ ഉണ്ടാവാം. നമ്മൾക്ക് നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി എല്ലാം ആര് കാണും? കർത്താവ് കാണും. നമ്മളോർക്കും സ്തോത്രം ആരും കണ്ടില്ല എന്നോർക്കും. പക്ഷെ ആ നന്മ ഒരിക്കലും നമുക്ക് എന്തിനാ? അനുഗ്രഹത്തിനാവല്ലേ. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനകത്ത് സത്യസന്ധതയോടാണെങ്കിൽ, നമുക്ക് കിട്ടേണ്ട നന്മയാണെങ്കിൽ ആര് തന്നിരിക്കും? ഏത് പണിക്ക് ഏത് ജോലിക്ക് ഇറങ്ങിയാലും നമുക്കുള്ള നന്മ ആർക്കും തടയാൻ പറ്റത്തില്ല.
കർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മ തരും. കർത്താവ് നമ്മളെ വിളിച്ച് വേർത്ത് നീതിയോട് നിൽക്കുന്നെങ്കിൽ ആ നന്മയെ അനുഗ്രഹമാക്കി തരും. ഞാൻ ഓർക്കുക, ഇന്ന് ജനത്തിന് ദൈവമക്കള് ആയിട്ടുള്ളതായാലും അപ്പുറത്തുള്ളതായാലും പലർക്കും സാർത്ഥതയാണ്. സാർത്ഥതയോടുകൂടെ ആരില്ല? ഉണ്ടോ? കർത്താവ് ഒരുവൻ അരിപ്പെട്ട് റോഡിൽ കിടക്കുമ്പോൾ ഒരു യാദർശ്യമായി വചനം പറയുന്നു, ഒരു പുരോഹിതൻ അതിലേക്ക് കടന്നുപോയി. ഈ കള്ളനാൽ അടിക്കപ്പെട്ട് കിടക്കുന്നവനെ കണ്ടിട്ട് എന്ത് ചെയ്തു? മാറിപ്പോയി. യാദർശ്യാൽ അമികാലിലെ സ്തോത്രം ഒരു ലേവ്യൻ വന്നു. അവനും വന്നിട്ട് എന്ത് ചെയ്തു? ഇത് കണ്ടിട്ട് കടന്നുപോയി. അവനും ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുന്നവനാണ്, ദൈവത്തിന്റെ ആലയമായിട്ടുള്ള ബന്ധമുള്ളവനാണ്. ഈ രണ്ടുപേരും എന്ത് ചെയ്തു? ഈ അടിപ്പെട്ടവനെ കണ്ടിട്ട് എന്ത് ചെയ്തു? കടന്നുപോയി. പക്ഷെ മൂന്നാമതൊരുവൻ വന്നു, ഒരു നല്ല ശമരിയക്കാരൻ വന്നു. അവനധികം ദൈവത്തോട് അടുപ്പമൊന്നുമില്ല, പക്ഷെ അവൻ ദൈവത്തെ പേടിച്ച ജീവിക്കുന്നത്. പക്ഷെ അവൻ വന്നപ്പോൾ അവന് മനസ്സറിവുണ്ടായി. അവൻ എന്ത് ചെയ്തു? അവനെ എടുത്ത് അവന്റെ കഴുതപ്പുറത്ത് കിടന്നു. എന്നിട്ട് അവൻ നടന്നു, ഇവനെയും കൊണ്ട് നേരെ എന്ത് ചെയ്തു? സത്രപാദത്ത് കൊണ്ടുവിട്ടു. എന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന 2 പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം. കർത്താവ് ചോദിച്ചു, ഇതിൽ ആരാ നല്ല സ്നേഹിതൻ? പുരോഹിതനാണോ സ്നേഹിതൻ? സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തോത്രം, മറ്റുള്ളവന്റെ ദുഃഖത്തിനകത്ത് കർത്താവായ യേശുക്രിസ്തു മറ്റുള്ളവനെ ദുഃഖിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, മറ്റുള്ളവനെ ചതിക്കാൻ പറഞ്ഞിട്ടില്ല. ആ ചതിച്ച് മേടിക്കുന്ന ഒന്നും ഒരു ദൈവമക്കൾക്ക് എന്തിനാ? പ്രയോജനമല്ല. ഇന്ന് പാസ്റ്റർമാരിലും അച്ഛന്മാരിലും എല്ലാം ഇങ്ങനെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് പല യഥാർത്ഥമായിട്ട് നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നത്? ദോഷമാണ്. പുള്ളിക്കാരെ ഓർത്ത് ഞാനും ആ പണിയായിരിക്കും ചെയ്യുന്നത്. സോപ്പിട്ടാൽ നമുക്ക് 2 പേർ കൂടെ നിൽക്കാനോ ഓർത്തെ. ഞാൻ പറഞ്ഞു, ഇതല്ല എന്റെ പണി, ഇതിൽ നിന്ന് എനിക്ക് വേണ്ട, ഇതിനു വേണ്ടിയല്ല ഞാൻ വന്നത്. സ്തോത്രം. ഒരാളെ ഒരു സഹായം ചെയ്യാൻ വേണ്ടി വന്നത്. അതുപോലെ ഒരാളെ പറ്റിക്കുന്നത് അത് ദൈവവചനമായി ജീവിക്കുന്ന നമുക്ക് പറ്റിയ പണിയല്ല. ഞാൻ ഇതിനെയാ ഭയപ്പെടുന്നത്. സ്തോത്രം. സ്തോത്രം. നമുക്ക് നമ്മളെ വചനത്തിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, യോനയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരും. ദൈവം ഒരു ദൈവ പൈതലിനോട് ഒരു കാര്യം പറഞ്ഞാൽ ആ ദൈവ പൈതലിന്റെ അനുസരണക്കേടിനകത്ത് വരുന്ന പ്രതികൂലങ്ങളെ കുറിച്ചാണ് യോനയുടെ പുസ്തകത്തിനകത്ത് നമുക്ക് തരുന്ന വലിയൊരു പാഠം, ഗുണപാഠം. ദൈവം നമ്മളോട് പറയുമ്പോൾ നമ്മളെ ബുദ്ധിയിലല്ല ദൈവത്തിന്റെ കാര്യം ചെയ്യേണ്ടത്. ദൈവം നമ്മളോട് എങ്ങനെ പറഞ്ഞു അതാ ചെയ്യണം, അല്ലയോ? സ്തോത്രം. അതാ ചെയ്യേണ്ടത്. സ്തോത്രം. സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, കേട്ടു. എന്തോ ആ വചനം പറയാതെ എനിക്ക് അടുത്ത വചനം വായിക്കാൻ പറ്റും. അതാണ് ദൈവം പറഞ്ഞത്. എന്ത് ചെയ്തോണം? ചെയ്തോണം. ആരോടാണ് ദൈവം എന്ത് പറയുന്നത്? അത് ചെയ്തോണം. ചെയ്യുന്ന ഡ്യൂട്ടിയാ. അത് കഴിയുമ്പോൾ കാര്യം നമ്മൾ തിരക്കണ്ട. കാര്യം എന്തോ? നമ്മൾ അത് ചെയ്താലേ അടുത്തത് ആരെ ഏൽപ്പിക്കത്തുള്ളൂ? കർത്താവ് ഏൽപ്പിക്കത്തുള്ളൂ. സ്തോത്രം. പൊന്നു സാക്ഷ്യം പറഞ്ഞപ്പം ദൈവം ഒരു വെളിപ്പാട് തന്നായിരുന്നു. ഇവിടെ നിന്നപ്പോ വെളിപ്പാട് തന്നായിരുന്നു. സ്തോത്രം. നമ്മളെ ചുറ്റും മൊത്തം വെള്ള വിരിച്ചേക്കോ. വെള്ളയാ ഫുൾ വെള്ളയായിട്ടുള്ള ഒരു സ്തോത്രം ഗ്രൗണ്ടിനകത്ത് ഒരു വയലറ്റ് ആയിട്ടൊരു പൂ കിളുത്ത് വരുമ്പോൾ ഈ വെള്ളയായി നിൽക്കുന്ന മുഴുവനും ആരെ ശ്രദ്ധിക്കും? ഒരു വയലറ്റിനെ ശ്രദ്ധിക്കും. ഞാൻ അപ്പോഴത് ദൈവം അത് വെളിപ്പെടുത്തി തന്നു. വെള്ളയായ ഒരു സ്ഥലത്തിനകത്ത് മുഴുവനും നോക്കുമ്പോൾ വെള്ളയാ, അതിനകത്തൊരു വയലറ്റ് പൊങ്ങി വരും. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമേറിയ പിന്നെ ഞാനത് വായിച്ചപ്പോ കർത്താവ് തന്ന ദൂതാ പറഞ്ഞേ. സ്തോത്രം. പൊന്നൂരെ ആ രീതിയിലാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. കാര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ എടുത്തു പറയുന്ന രീതിയിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ ദൂതം വിളിച്ചു പറയുന്നു. ദേശത്തിപ്പോ എല്ലാം ഒരേ കളറാ, ഒരേ രീതിയാ കിടക്കുന്നത്. അവിടെ ആരും തിരിച്ചറിയുന്നില്ല, ആരും ആർക്കും അങ്ങോട്ട് വില കൊടുക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും വരെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴേ ആ ദേശത്ത് ഇതുവരെ കാണാത്ത ഒരു വയലക്കാത്ത ഒരു പൂ മാത്രം എഴുന്നേറ്റ് വരുമ്പോ, ഒരു ചെടി കിളുത്തു വരുമ്പോ അതേപോലെ ദൈവത്തിന്റെ ദൂരം പറയുക, നിങ്ങളുടെ കുടുംബത്തെ ഞാൻ എഴുന്നേൽപ്പിക്കും. അപ്പൊ ചുറ്റുവട്ടം ദേശത്തുള്ള ഭവനമെല്ലാം പറയും, അത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്, അത് യേശുവിന്റെ പൈതല. അവിടെ ഒന്നും ഏൽക്കത്തില്ല, അവിടെ ഒരു ശത്രുവിന്റെ പാലും ഏൽക്കത്തില്ല, അവന്റെ പദ്ധതികൾ ഏൽക്കത്തില്ല. അവൻ ദേശത്ത് അനുഗ്രഹപ്പെട്ടതാ, അവരുടെ ദേശത്ത് അനുഗ്രഹപ്പെട്ട അത്രയ്ക്ക് പ്രാർത്ഥന കൃപയവരത്തോട് ദൈവം ദേശത്ത് അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പറഞ്ഞ ദൂത് മനസ്സിലായോ? ഒരാളെ ഫ്രണ്ട് നമ്മള് ഫുൾ വെള്ളമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ സ്തോത്രം എല്ലാവരും ചുമന്ന ഷർട്ട് ഇരിക്കുക, അതിന്റെ ഇടയ്ക്ക്
ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരാൾ നിന്നാ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതേപോലെ കർത്താവിന് വേണ്ടി ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുന്നുവെങ്കിൽ, ഇതേപോലെ കർത്താവ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, അതേപോലെ ദേശത്ത് ബന്ധുമിത്രാദികളുടെ മധ്യയിൽ, ദേശനിവാസികളുടെ മധ്യയിൽ, എല്ലാവരും തള്ളിക്കളഞ്ഞവരുടെ മധ്യയിൽ, എല്ലാവരും പരിഹസിച്ചവരുടെ മധ്യയിൽ, എല്ലാവരും അപമാനിച്ചവരുടെ മധ്യയിൽ നിന്റെ കുടുംബത്തിൽ ഞാൻ ഇതേപോലെ ഉയർത്തി നിർത്തും. ഒരു വ്യത്യസ്തത വരും. ആ രീതിയിലേക്ക് ദൈവം മാനിക്കും, അനുഗ്രഹിക്കും. ഇന്ന് നിന്റെ വാക്കുകൾക്ക് വിലയില്ലെങ്കിൽ അന്ന് നിന്റെ വാക്കുകൾക്ക് വില ഉണ്ടാവുന്ന രീതിയിൽ ഒരു സംതിങ് സ്പെഷ്യലായിട്ട് ഞാൻ അനുഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് പകരുമെന്ന് പരിശുദ്ധാത്മാവ് ലക്ഷ്യപ്പെടുന്നു. അതെ, സ്തോത്രം. കുടുംബത്തിനകത്ത് പലരും പരാതി പറയുന്നുണ്ട്, പലരും അപമാനിക്കുന്നുണ്ട്, പലരും പരിഹസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആലോചന പറയുക, അവരുടെ വാ അടയ്ക്കുന്ന രീതിയിൽ, അവരുടെ വാ അടയ്ക്കുന്ന, നമുക്കൊന്നും കിട്ടാത്തത് അവർക്കെന്തോ കിട്ടിയത്, അവരെന്തോ ഇങ്ങനെ ആയത്, ഇങ്ങനെ അവർ പ്രാപിക്കുന്നത് എന്തുവാ, ഇതെന്തോ അനുഗ്രഹമായി പ്രാപിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്നതിൽ ദൈവം വ്യത്യസ്തമായി നിന്റെ കുടുംബത്തെ ദേശത്ത് അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറയുന്നു. സ്തോത്രം, സ്തോത്രം. ഇന്ന് ദൈവം പറയുന്നതിനെ അനുസരിക്കുന്ന ദൈവജനത്തെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. കർത്താവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോട് ശ്രദ്ധിക്കുന്നില്ല, സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധയോട് കേട്ടിരിക്കുക. ദൈവത്തിന്റെ മക്കൾ എവിടെങ്കിലും ഒന്നിച്ചു കൂടുമ്പോ, ദൈവമക്കൾ എവിടെങ്കിലും ഇരിക്കുമ്പോ അവരുടെ ചിന്തയെല്ലാം ആര് നോക്കിക്കൊണ്ടിരിക്കുക? യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ യേശുവിനെ പറ്റിക്കുന്ന പരിപാടി വിടുവോ? വിടുവോ? സ്തോത്രം. യേശുവിനെ സ്നേഹിച്ച് നമുക്ക് എന്ത് ചെയ്യണം? കർത്താവ് യേശുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ എന്തോ വേണ്ടേ, ഇവൻ എന്തോ കൊടുക്കണ്ടേ? നമ്മൾ ചിലപ്പോ പോകുമ്പേ കർത്താവിന് അറിയാം ഇവൻ ഇനി അടുത്ത് എന്തോ ഞാൻ ചെയ്തു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കുരുട്ടുപരിപാടി ചെയ്യുന്നത്. ദൈവം വിടുവോ? വിടുവോ? സ്വന്തം നമ്മളെ ചിന്ത ഇവിടെ ഡൈവേർട്ട് ചെയ്ത് ലോകപരമായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം വേറൊരു ലെവലിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവ് വിടുവോ? നീ കർത്താവിനെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ്. ഇന്ന് പകൽ ഓർത്തോണം, നമ്മൾ ഓരോരുത്തരും ആരാൽ തെരഞ്ഞെടുത്തതാ? യേശു ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവിന് പ്രാധാന്യമാണെന്ന്. നമുക്ക് കർത്താവ് പ്രാധാന്യമൊന്നല്ല, കർത്താവിന് നമ്മളെ പ്രാധാന്യമാണ്. നമ്മളെ കുറിച്ച് കർത്താവിന് ഒരു വലിയ പ്രാധാന്യം കണ്ടിട്ടുണ്ട്. കാര്യം എന്തുവാ? ഇവൻ എന്റെ സാക്ഷിയാണ്. അപ്പൊ ഇവൻ അനുഗ്രഹപ്പെടാതിരിക്കൂ? ഭൂമിയിൽ അനുഗ്രഹപ്പെടാതിരിക്കൂ? എല്ലാ അനുഗ്രഹവും ദൈവം തരും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം പോലെ നിന്നും കൊടുത്താൽ മതി. നമ്മൾ മറുപടി പറയണ്ട. ചിലയിടത്ത് നമുക്ക് മറുപടി പറയാതിരിക്കും. എനിക്ക് എന്റെ ഒരു സ്വഭാവത്തിലുണ്ട്, ഒരാൾ ഒരു ഫലം പറഞ്ഞാൽ മറുപടി പറയാതെ പോകാൻ പറ്റത്തില്ല. സ്വന്തം എനിക്കതിങ്ങനെ ഒരാഴ്ച ഇങ്ങനെ യാതൊരു പറഞ്ഞ മറുപടി കൊടുത്തില്ല, മോശമായി. 2 ദിവസം ദൈവം ഇങ്ങനെ വിടും കേട്ടോ. പിന്നെ അങ്ങ് കുറ്റബോധം ദൈവം തരും. നീയാണോ മറുപടി പറയേണ്ടത്? നീയാണോ മറുപടി പറയേണ്ടത്? നമുക്കൊന്നും ഏറ്റവും കൂടുതൽ എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്ക് ഇൻസൾട്ട് ആവുന്ന ഭയങ്കര ബുദ്ധിമുട്ട്. സ്തോത്രം. ആ രീതിയിലായിരുന്നു ഞാൻ ചിലതല്ല. പക്ഷെ ദൈവസേനയിൽ വന്നപ്പോ ഇതെല്ലാം എന്നെ പഠിപ്പിച്ചു. ഇൻസൾട്ടായി പരിഹാസമെല്ലാം വരുമ്പോഴും പലപ്പോഴും ഞാൻ പരിഹാസപ്പെടുമ്പോൾ ഇൻസൾട്ട് ആകുമ്പോഴും ഞാൻ ദൈവസേനയിൽ കരയുമ്പോൾ ദൈവം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ആർക്ക് വേണ്ടി ഇൻസൾട്ടായ? അപ്പോഴും നമുക്ക് സന്തോഷം തോന്നും. നമ്മൾ എന്തിനാ ഇൻസൾട്ടായി? നമുക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണോ? നമ്മൾ ചിലയിടത്ത് വാ അടയ്ക്കുന്നത് എന്തിനാ? ചില വാക്കുകൾക്ക് മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ്? എന്നെ പോലെ ആയിരിക്കും നിങ്ങളല്ല, അല്ലേ? നമുക്ക് ഇൻസൾട്ട് ആവാൻ ആഗ്രഹം ഉണ്ടാവൂ? ഇല്ല. ഇൻസൾട്ട് ആവാൻ ആഗ്രഹം ഉണ്ടാവും. എനിക്കൊരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ടു പറഞ്ഞാൽ കേട്ടോണ്ടു. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി അപ്പുറത്ത് വന്നിട്ട് ചോദിക്കും, രണ്ടുപേരത്തൊന്ന് ചോദിക്കും, ഇതുപോലെ സംഭവം ഉണ്ടായത്. അത് നിന്നെ വെറും ഇതായിട്ട് പറഞ്ഞ, നീ എന്താ ആനന്ദം കാണിച്ചൂടാ, നിനക്ക് എന്താ പറഞ്ഞ? അങ്ങനെ അല്ലേ? അപ്പോഴേക്ക് എന്റെ ന്യായവും അവരുടെ തെറ്റുവല്ലേ. പിന്നെ ബാക്കി പിന്നെ പുള്ളി പോയി തിരിച്ചു നിർത്തും. അവൻ പിന്നെ ജന്മത്തിൽ പറയത്തില്ല, ഇവനെ അറിയാമെങ്കിൽ പിന്നെ പറയത്തില്ല. കാര്യം എന്തുവാ? ഇവൻ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയത്തില്ല. ഇവൻ അപ്പുറത്ത് പോയി ആലോചിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അവിടെ വെച്ച് അവന് പറയാൻ ബുദ്ധിയില്ല, തിരിച്ചവൻ വരും. സ്തോത്രം. അതിനെ ആർക്ക് വേണ്ട? സ്തോത്രം. എനിക്ക് അപ്പോഴത്തുള്ള സ്പോട്ടിൽ അപ്പുറത്ത് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുള്ള. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ അതെല്ലാം മാറി. കാര്യം മാക്സിമം ഒതുങ്ങും, കരയും, പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കുടുംബത്തിൽ വന്നിരുന്ന് പറയും, അത് മോശമായിപ്പോയി, മോശമായിപ്പോയെന്നല്ല ഞാൻ പറയും. പക്ഷേ ഇവരുടെ തിരിച്ചു കിട്ടത്തില്ല കേട്ടോ, തിരിച്ചു കിട്ടത്തില്ല. ദൈവം കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറയും, എടാ അത് എനിക്ക് വേണ്ടിയില്ലേ കളഞ്ഞത്, ബാക്കി ഞാൻ ചോദിച്ചോളാം. പക്ഷേ കർത്താവ് ചോദിക്കാൻ തുടങ്ങുമ്പോൾ മറുപടി വേറെ.
നമ്മൾ ചോദിക്കുമ്പോൾ ഉള്ള മറുപടി പോലെ അല്ല കർത്താവ് ചോദിക്കും. ഇന്ന് കേട്ട വചനം അതാ, നമ്മൾ മൗനമായിട്ടിരി. ആരും സംസാരിക്കും? ദൈവം സംസാരിക്കും. ദൈവം സംസാരിക്കുന്നത്. ആ ദൂത് ഞാൻ പൂർണ്ണമായി ഏറ്റെടുത്തു. എനിക്ക് വലിയ അനുഗ്രഹമായ ദൂത് കേട്ടപ്പോൾ, ആ വചനം കേട്ടപ്പോൾ ഒന്നുകൂടി ഒന്നിക്ക് ഓർമ്മ വന്നു. സ്വന്തം യെസ്, നീ മൗനമായിട്ടിരി, ആര് ചോദിക്കും? പക്ഷെ നമ്മളെല്ലാം മൗനമാവാൻ പലപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇല്ലയോ? കാര്യം എന്ന് പറഞ്ഞാൽ മൗനമാവാൻ പറ്റാത്തതിന്റെ കാര്യം നമുക്ക് തെറ്റില്ല. നമ്മളെ ചില കാര്യത്തിനകത്ത് നമ്മളെ ഭാഗത്ത് തെറ്റില്ലാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മൗനമായിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് സംസാരിക്കാൻ തോന്നും. സ്തോത്രം. പക്ഷെ അത് ദൈവം ചിലപ്പോൾ ചില പരീക്ഷ തരുന്നതാ, നമ്മളെ ചിലത് പഠിപ്പിക്കുന്നതാ. അത് പലപ്പോഴും ആരും തിരിച്ചറിയുന്നില്ല, നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇല്ലയോ? സ്തോത്രം. തിരിച്ചറിയുന്നില്ല. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. യോനയുടെ പുസ്തകം എടുക്കുക. സ്തോത്രം. അല്ലയോ? 1-ാം അധ്യായത്തിനകത്തോട് വായിക്കും. കണ്ടോ? സ്തോത്രം. യോനയോട് പറയുക. യോനയുടെ അപ്പന്റെ പേര് മുതൽ പറഞ്ഞിട്ടുണ്ട്, അവന്റെ കുടുംബ മഹിമ പറയുന്നുണ്ട്, അവൻ ആരെന്ന് പറയുന്നുണ്ട്. യോന പ്രവാചകനെ അയച്ചിട്ട് പറയുക, നീ എന്ത് ചെയ്യുക? നിനവേലേക്ക് ചെന്ന് അവർക്കെതിരെ പ്രസംഗിക്കും. അപ്പൊ അടുത്ത വാക്യം പറയുക, അവിടുത്തെ ദുഷ്ടതയ്ക്കെതിരെ പ്രസംഗിക്കും. അപ്പൊ നിലവിനകത്ത് എന്ത് നടക്കുക? ദുഷ്ടത നടക്കുക. ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുക നിലവേൽ മുഴുവനും. നിലവേൽ പട്ടണം മുഴുവനും ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കും. വലിയ പട്ടണമാണ്. അവിടോട്ട് ചെന്ന് എന്ത് ചെയ്യണം? നീ ഇതിനെതിരെ പ്രസംഗിക്കണം. കാര്യം നിനക്ക് തന്ന ദൈവത്തിന്റെ ആലോചനകളെ കൊണ്ട് പ്രസംഗിക്കണം. പ്രസംഗിക്കുമ്പോൾ അവരുടെ ദുഷ്ടതയ്ക്ക് അത് എതിരായിത്തീരും. ദുഷ്ടതയോട് ചേരാനല്ല പറഞ്ഞത്, ദുഷ്ടതയ്ക്ക് എതിരെ നിന്ന് പ്രസംഗിക്കാനാണ് പറഞ്ഞത്. ആരോട് പറയുന്നത്? യോന പ്രവാചകനോട് ദൈവം കൊടുക്കുന്ന അള്ളപ്പാടാണ്. പക്ഷെ യോന എന്ത് ചെയ്തു? യോനയുടെ ബുദ്ധി പ്രകാരം അവൻ അതിന് പെൻഡിങ് വെച്ചു. അത് അവസാന ഭാഗത്ത് മനസ്സിലാവും അവൻ എന്തുകൊണ്ട് അത് പെൻഡിങ് വെച്ചത്. അവന്റെ ദൈവത്തെ അറിയാം. അവൻ വിശ്വസിക്കുന്ന, അവൻ എടുത്തിരിക്കുന്ന, അവൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്നും ആ ദൈവത്തിന് എന്താണെന്നും ആ ദൈവത്തിന്റെ മനസ്സെന്താണെന്നും ആ ദൈവത്തിന്റെ മനസ്സ് മാറുമെന്നും എല്ലാം ആർക്കറിയാം? യോനയ്ക്കറിയാം. കാര്യം ഏറ്റു പറയുന്നവനെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. ഏറ്റു പറയുന്നവനെ ദൈവത്തിന് വേണം. ജീവനുള്ള ദൈവത്തിന്റെ ഫ്രണ്ടിൽ അവന്റെ പാപത്തെ ഏറ്റു പറയുമ്പോൾ, അവൻ ചെയ്ത പാപത്തെ അവൻ ഏറ്റു പറയുവാണെങ്കിൽ അവനെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. ഏറ്റുപറയാത്തവനെ ദൈവത്തിന് വേണ്ട. ഈ ഏറ്റുപറച്ചൽ എന്ന് പറഞ്ഞാൽ എന്തുവാ എന്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് അത്രമാത്രം സ്നേഹിക്കുന്നതിന് എന്റെ തെളിവ്. ദൈവം അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന്റെ തെളിവ്. കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് കുറ്റബോധം വരുന്നു, കുറവുകൾ വരുന്നു, തെറ്റുകൾ വരുന്നു. അതിനെ കുറ്റബോധമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റു പറയുന്നുവെങ്കിൽ അതിന്റെ സ്നേഹം പരിശുദ്ധാത്മാവ് അത്രയ്ക്ക് ആ വ്യക്തിയെ സ്നേഹിക്കുന്ന കാര്യം. അവന്റെ കൂടെ ആരുണ്ടെന്നാ? ദൈവം കൂടെ ഉള്ളതാ. പക്ഷേ നമ്മൾക്ക് ഒരു കുറ്റബോധമോ ഒന്നുമില്ല. നമ്മളങ്ങോട്ട് പോയപ്പോൾ നമ്മളെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത വർത്താനം വന്നു. നമുക്കതിനകത്ത് കുറ്റബോധം ഇല്ലെങ്കിൽ നമ്മൾ ഓർത്തോണം ആരില്ലെന്ന്? പരിശുദ്ധാത്മാവില്ല. ആരെ കൂട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചേക്കുന്നത്? പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ ദൈവം കേൾക്കത്തുള്ളൂ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ. ദൈവം പറയുന്നത്, ദൈവത്തോട് നമ്മൾ യാചിക്കുന്ന വിഷയങ്ങളെല്ലാം ആരാ പറഞ്ഞു കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ് മധ്യസ്ഥനായിട്ട് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആർക്ക്? യേശുവിന്. സ്തോത്രം. പരിശുദ്ധാത്മാവ് അന്യഭാഷയാൽ സംസാരിക്കുന്ന വാക്കുകൾ ദൈവത്തിന് മാത്രമേ അറിയൂ. അതിനകത്ത് വേറെ ആർക്കും അറിയത്തില്ല. സ്തോത്രം. അത് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സന്നിധി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവസന്നിധി അടുത്ത് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റു പറയാൻ തയ്യാറാവണം. ഏറ്റുപറച്ചിൽ കുറച്ചിലല്ല. സ്തോത്രം. സഭയ്ക്കകത്ത്, സ്തോത്രം, ദൈവജനത്തിനകത്ത്, ദൈവത്തിന്റെ അടുത്ത് നമ്മൾ ഏറ്റു പറയുന്നത് ഒരിക്കലും എന്തില്ല? കുറച്ചിലല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റു പറയാൻ താല്പര്യമുള്ള മനുഷ്യനാണ്. കുറവുകളെ ഏറ്റു പറയാൻ എല്ലാത്തിനെയും എന്ത് ചെയ്യാൻ പോകും? നികത്തി കൊണ്ടുപോകാൻ താല്പര്യമുള്ള കാര്യം എന്തുവാ? അതെല്ലാം നമുക്ക് എന്തിനാ? അനുഗ്രഹത്തിന്. സ്തോത്രം. നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടിയാ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യം എന്തുവാ? എന്തോ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, സ്തോത്രം, മനുഷ്യന്റെ ഫ്രണ്ട് ചെയ്യുന്ന സകല പാവവും ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ ഒരു പാപം ചെയ്താൽ
അതുകൊണ്ട് ക്ഷമിക്കത്തില്ല. കാര്യം എന്തുവാ? ഈ പരിശുദ്ധാത്മാവാണ് ഏറ്റുപറയിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുമ്പോ ആ പരിശുദ്ധാത്മാവ് പിന്നെ എന്തില്ല? നമ്മളെ എടുത്തിയായിട്ടുള്ള വാക്കുകൾ, എടുത്തിയായിട്ടുള്ള സംസാരങ്ങളെല്ലാം ആര് ക്ഷമിക്കും? എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് എടുത്തിയാടാനും എടുത്തു വാക്കാനും ഒന്നും പറയല്ലേ, ഒതുങ്ങി നിന്നോണം, കൂട്ടിട്ടേക്കണം വായിക്കും. ഇതെല്ലാം ചില ബലഹീനയിൽ ചിലപ്പോ സംഭവിച്ചു. നമ്മൾ പെട്ടെന്ന് സ്തോത്രം വണ്ടിക്കകത്ത് പോവുക, ഒരുത്തൻ സൈഡ് തരാതെ പോയി, നമ്മൾ ഇതാന്നെല്ലാം കയറി ഇറക്കി വിളിക്കും. ഇല്ലെന്നല്ല, നമ്മൾ അറിയാതെ ആ സമയത്ത് മാനസികമായിട്ടുള്ള വേദന കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വിളിച്ചു പോകുന്നതാ. പക്ഷെ അയ്യോ കർത്താവേ സോറി, ആ സഹോദരൻ അറിയാതായിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് ഇതായിരിക്കണം. അല്ലാതെ വണ്ടി തിരിക്കുമല്ല, അവന്റെ പുറകെ പോവുമല്ല, അവനെ ക്ലോസിറ്റ് പിടിച്ചു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു തീർന്നില്ല ബാക്കിയോട് പറയാമെന്നല്ല. ക്ഷമിക്കണം. ഇതെല്ലാം ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ ഭാഗ്യവന്മാരാ. കാര്യം എന്തുവാ? നമ്മളെ മേൽ ആരുണ്ട്? വിശുദ്ധാത്മാവുണ്ട്. നമ്മൾ ദൈവസന്നിധിയിലാ ഏറ്റു പറഞ്ഞേ, അല്ല ഇവന്റെ വീട്ടിലൊന്നും അല്ല ഏറ്റു പറഞ്ഞേ. ആരുടെ വീട്ടിലാ ഏറ്റു പറഞ്ഞേക്കുന്നേ? ദൈവത്തിന്റെ വീട്ടില. അപ്പൊ നമ്മളെ ദൈവത്തിന് മക്കളായിട്ട് ദൈവം ചേർത്ത് പിടിക്കത്തേ ഉള്ളൂ, സ്നേഹിക്കത്തേ ഉള്ളൂ, ഇല്ലേ? സ്നേഹിക്കത്തേ ഉള്ളൂ. യോന എന്ന് പ്രസംഗിക്കുമ്പോ യോനയ്ക്ക് ഒരു കാര്യം നല്ലോണം അറിയാം. ഞാൻ അവർക്കെതിരെ വചനം പ്രസംഗിക്കും. ഞാൻ ആരാണെന്ന് ആർക്കറിയാം? നിനവക്കാർക്കറിയാം. ഞാൻ പ്രവാചകനാണെന്ന് നിനവക്കാർക്കറിയാം. ദൈവത്തിന്റെ അള്ളപ്പാടെ ഞാൻ സംസാരിക്കുമെന്ന് നിനവക്കാർക്കറിയാം. ഞാൻ എന്ന് പ്രസംഗിക്കും. ലവന്മാർ ഏറ്റു പറയും, കർത്താവ് അവരോട് ക്ഷമിക്കും, കർത്താവ് അവരോട് ക്ഷമിക്കും. അവന്മാര് നിലവിളിക്കും. നിലവിളിക്കുമ്പോൾ ആര് ക്ഷമിക്കും? അവർ ചെയ്യുന്ന പാവമല്ല, ആര് ക്ഷമിക്കും? കർത്താവ് ക്ഷമിക്കും. ഞാൻ പിന്നെ എന്ത് ചെയ്യും? പൊട്ടനായി പോകും. അത് ഓർത്താണ് ആര് പോകാനത്? യോന പോകാന്. യോനക്കറിയാം ദൈവത്തിന്റെ മനസ്സെന്തോ, അവൻ വിളിക്കുന്ന ദൈവത്തിന്റെ മനസ്സെന്തുവാന്ന് അവനറിയാം. അതുകൊണ്ട് സത്യം പറയുമെങ്കിൽ യോന ചിന്തിക്കേണ്ടത് അത്രയും പട്ടണം മൊത്തം നശിച്ചു പോകാതെ അവരോട് ക്ഷമിക്കുവാണെങ്കിൽ അതല്ലേ വേണ്ടേ. പക്ഷെ യോനയ്ക്ക് അതല്ല, കൊടുക്കണമായി. അതാണ് യോനയുടെ ചിന്ത. നമ്മളെ ചിന്ത അതുപോലെ. നമ്മൾ ഒരിടത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ സ്തോത്രം അപ്പുറത്ത് വരുന്ന പ്രാർത്ഥനയാണ്, ദൈവം തുടരണേ, ദൈവം തുടരണേ, ദൈവം തുടരണേ. കാര്യം എന്തുവാ? നമ്മളെ വേണ്ടി അടിച്ചില്ലവേ. ഈ അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ കേട്ട ദൈവത്തിന്റെ വചനമുണ്ട്, എന്തുവാ? നീ മൗനമായിട്ടിരിക്കണം. നീ മൗനമായിട്ടിരുന്നാലേ ഞാൻ സംസാരിക്കത്തുള്ളൂ. നീ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? നീ സംസാരിച്ചു. നമ്മൾ മൗനമാണെങ്കിൽ ആര് ചോദിക്കും? ദൈവം ചോദിക്കും. ദൈവം ചോദിക്കും. ദൈവം ചോദിക്കും. ദൈവം ചോദിക്കും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസത്തിന്റെ ഒരു കാര്യം പറയട്ടെ. 2-3 ആഴ്ച, ഒരു മാസത്തിന് മേലോളം താടിയെല്ലാം വളർത്തി ഇരിക്കുകയാണ്. സ്തോത്രം. അത് ഭയങ്കര വിഷമം തോന്നി. നമ്മളെ വീടിന് അടുത്തുള്ള രണ്ടുപേർക്ക് ഭയങ്കര വിഷമം തോന്നി. പാസ്റ്റർ എന്തായാലും വിഷമം വന്നു. സ്തോത്രം. ചുമ്മാ വളർത്തിയല്ല. പ്രൈസ്. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് റിപ്പീറ്റ് ആയിട്ട് പിന്നെയും വന്ന് ചോദിച്ചു, അങ്ങനെ അല്ലല്ലോ അച്ഛൻ, നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അച്ഛൻ അങ്ങനെ അല്ലല്ലോ, അതിനകത്ത് വിഷയമുണ്ടല്ലോ. ഞാൻ ഇല്ല അച്ഛൻ, ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞു മാറി. അമ്മാവൻ എന്ന് പറഞ്ഞു, അല്ല അത് എന്നിട്ട് എന്തോ കൊണ്ട് പറയണം. 2-3 ആഴ്ച ഞാൻ പറഞ്ഞു, സ്തോത്രം, ഒരു ചർച്ചിന്റെ ഹോളിന്റെ ചില വിഷയങ്ങൾ, ഹോളിന്റെ വിഷയം ഞാൻ ഒക്കെ തീർന്നു. അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, ഹോളിന്റെ ഒരു വിഷയമുണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പം ഈ അച്ഛനും അമ്മയും ഒന്ന് എടുത്തെന്ന് പറഞ്ഞു, ഹോളിനെ പറ്റി പാസ്റ്റർ ഭയപ്പെടണം. ആ വാക്കെല്ലാം ഭയങ്കര ധൈര്യമുള്ള വാക്കാണ്. ആ വാക്കാണ് നമുക്ക് ആവശ്യം. ഹോളിനെ കുറിച്ചുള്ള വിഷയത്തിനകത്ത് പാസ്റ്റർ നീണ്ട ഭയപ്പെടണം. ഞാനും എന്റെ ഭാര്യ മാറി തരും ഈ വീടിനകത്ത് ആരാധന. ഞാൻ ഞെട്ടിപ്പോയി, സത്യം പറയുക. നമ്മളത് കേട്ടപ്പോ ഞെട്ടിപ്പോയി. അവര് മെയിൻ സഭയ്ക്കകത്ത് വന്ന മെയിൻ ആൾക്കാരാണ്. അപ്പൊ അവര് ഞാനും എന്റെ കുടുംബവും ഇതിനകത്ത് മാറിത്തരും, നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബും ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് എന്റെ വീടിനകത്ത് ആരാധന. ഞാൻ ചിരിച്ച് ഞാനും പോയി, പ്രാർത്ഥിച്ച് ഞാനും പോയി. ഞാൻ പിറ്റേന്ന് മീശ എടുത്തുകൊണ്ട് മാറിയിരിക്കും. താടി ഒരു ഭാഗത്ത് ചിലപ്പോൾ അതായിരിക്കാം. ചിലപ്പോൾ ചില കാര്യത്തിനോട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ടൈമില്ല. പ്രാർത്ഥിച്ച് വേറെ വിഷയങ്ങളോട് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അതൊരു ഭാഗമാവാം.
വേറെ ഭാഗത്ത് അടി വളർത്തി അതൊന്നും അല്ല, വേറെ ഭാഗം വളർന്നു പോയി, ചുടും വളരട്ടെ എന്നുള്ള ചിന്തയിൽ നടന്നതാണ്. പ്രൈസലോ. പക്ഷേ അത് ആ കുടുംബത്തിനത് അവർക്ക് മനസ്സിലായി. നമ്മൾ പ്രാർത്ഥിക്കുന്ന സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്ന വിഷയം, അതിനകത്ത് ഒരു മറുപടി എന്ത് ഉണ്ടായി, മറുപടി ഉണ്ടായി. ആ വീട് കിട്ടുന്ന കിട്ടാത്തതൊന്നും അല്ല വിഷയം, പക്ഷേ അവിടെ ഒരു ആശ്വാസ വാക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മനസ്സ് ഈ സഭ ആരംഭിക്കുമ്പോൾ ഒരു ഭവനത്തിനകത്താണ് ഞാൻ ആരംഭിക്കുന്നത്. ദൈവപോലെ ഭവനത്തിനകത്ത് ഫസ്റ്റ് ആരംഭിക്കുമ്പോ അവരെ അമേരിക്കയിൽ തന്നെ വിളിച്ചു വന്ന്, ഇതിനകത്ത് ആരാധന നടത്താൻ പറ്റത്തില്ല, ഞങ്ങൾ ഇന്ന സഭയ്ക്കകത്തുള്ളവരാണ്, ഇതിനകത്ത് ആരാധന നടത്താൻ പറ്റത്തില്ല. സ്വത്രം അത് പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് തന്നെ ആ ഭവനത്തിനകത്തുള്ള ഒരു ബന്ധു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ വീട് അപ്പുറത്ത് ഒഴിഞ്ഞുകൊണ്ട് അവിടെ പോയി ആരാധന നടത്തുന്നു. ദൈവം ആരാധനാലയത്തെ ഒന്നും ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല. ആരാ? ദൈവം പണിത സാധനമാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? തുറന്നു തരും. പക്ഷെ അവിടെ നമ്മൾ പോയില്ല. നമ്മൾ ഒറ്റ ദിവസമേ ആ ഭവനത്തിൽ ആരാധന നടത്തിയുള്ളൂ. അടുത്തത് നമ്മള് കോള് കിട്ടി, നമ്മള് വന്നു ആരാധന നടത്തി. പിന്നെ അവരെന്റെ അടുത്ത് ആവുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് കിട്ടി, ആരാധനയ്ക്ക് കിട്ടി. ആ സഭയ്ക്കകത്തുള്ള ഏറ്റവും പ്രാധാന്യം, അവരുടെയും പ്രാധാന്യമുള്ള കുടുംബമാണ്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ എന്റെ വീട് ഞാൻ തുറന്നു തരാം. സ്തോത്രം. ആ മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവം തുറന്നു കൊടുത്തവൻ. കാര്യം എന്തുവാ? അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം വരല്ല. എന്റെ അടുത്ത് പറഞ്ഞ നിങ്ങളെ പ്രാർത്ഥന ഒരാ ദിവസം പോലും മുടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഒരാഴ്ച പോലും മുടക്കാൻ സമ്മതിക്കത്തില്ല. അതിനുള്ള വഴി ഞാൻ തുറന്നു തരും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ദൈവം ഒരുക്കുന്ന വാതിലുണ്ട്. ആ വാതിൽ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. തക്കതായ സമയത്ത് നമുക്ക് വെളിപ്പെടുന്നുണ്ട്. കർത്താവ് തുറക്കും. അപ്പോഴത് ദൈവം അത് വെളിപ്പെടുത്തിയ ഈ കാര്യം എന്തുവാ? നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ പേടിക്കണ്ട. നമ്മള് ഈ ടൗണിനകത്ത് തന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ടടാ, നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ദൈവം പണിതതിനെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം പണിതതാണെങ്കിൽ, ദൈവം ചേർത്തതാണെങ്കിൽ, ദൈവം കൊണ്ടുപോകുന്നെങ്കിൽ അതിനെ നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. ഞാൻ എന്റെ സഭയ്ക്കകത്തുള്ള ദൈവമക്കൾ എല്ലാം കൂടപ്പിറപ്പെന്ന് പറയുന്നത്, ആ കൂടപ്പിറപ്പെന്നുള്ളത് എന്റെ ഭവനത്തിനകത്ത് നിങ്ങൾക്കായിട്ട് ഒരു സ്ഥാനം ഞാൻ തന്നിട്ടുണ്ട്. ആ സ്ഥാനത്തില നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ പറഞ്ഞ കൂടപ്പിറപ്പല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ കൂടപ്പിറപ്പ് വേറെ, അച്ഛൻ പറഞ്ഞ കൂടപ്പിറപ്പ് വേറെ രീതിയിലുള്ള കൂടപ്പിറപ്പ. അതല്ല. സ്തോത്രം. ആത്മാർത്ഥമായിട്ട് പറയുക, ആ കൂടപ്പിറപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ദൈവമക്കളുടെ സഭയ്ക്കകത്ത് ഒരു ദൈവമക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു വരണം എനിക്ക് ഭയങ്കര വിഷമമാണ്, എന്നെ ഭീതി ചെയ്യുന്ന വിഷയമാണ്. കാര്യം എന്തുവാ? എന്റെ സഹോദരനാ, എന്റെ ജ്യേഷ്ഠ സ്ഥാനം കൊടുത്തതാ, അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠത്തിയുടെ സ്ഥാനം കൊടുത്തതാ, അല്ലെങ്കിൽ എന്റെ അമ്മയുടെ സ്ഥാനം കൊടുത്തതാ, എന്റെ സഹോദരന്റെ സ്ഥാനം കൊടുത്ത, സഹോദരിയുടെ അനിയത്തിയുടെ സ്ഥാനം കൊടുത്തവരാ, എന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥാനം കൊടുത്തവരാ. അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ നിങ്ങളെ കുടുംബത്തിനകത്തൊരു വിഷയം കേട്ടാൽ മുഴങ്കാലും മടക്കുന്നത്, കണ്ണുനീരൊടുക്കുന്നത്. ഞാൻ സഭയും ഞാൻ ദൈവമക്കളുമാണെന്ന് പറഞ്ഞിരുന്നാ പറ്റത്തില്ല. ദൈവം അങ്ങനത്തുള്ള ഇടയനെ അല്ല നിർത്തിയിരിക്കുന്നത്. ഇടയനും ആടുമാറ്റും ചെയ്യുന്നത് ഒരു ആഴമാവേത്തുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യഥാർത്ഥ ഇടയൻ വന്നു കഴിഞ്ഞാൽ ആടിനെ പേർ ചൊല്ലി വിളിക്കും. അവരുടെ പേരറിയാം, പേർ ചൊല്ലി വിളിക്കും. മറ്റേ ഇടയൻ വന്നു കഴിഞ്ഞാൽ പേരൊന്നും അറിയത്തില്ല. അവനെന്ത് ചെയ്യും? കള്ളനാണ്. അവൻ ഈ ആടിനെ മുതലാക്കാനാണ് വരുന്നത്. ആ മുതലാക്കുന്നവനെ, ഇടയനെ അല്ല ആർക്ക് വേണ്ടത്. കർത്താവ് ഈ രണ്ടിടയന്മാരെയും പറ്റി പറഞ്ഞിട്ടുണ്ട്, ആടുകളെയും പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നല്ലതും പറഞ്ഞിട്ടുണ്ട്, ചീത്തയും പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി പോകേണ്ടത് ആരാ? നമ്മളാണ്. സ്തോത്രം. യോനെ അയച്ചു. യോനെ എന്ത് ചെയ്തു? ഈ ദൂത് കേട്ടിട്ട് ദൈവം പറഞ്ഞ പോലെ യോനെ പറയാൻ നിന്നില്ല. യോനക്കറിയാം, യോനയുടെ ബുദ്ധി അതിനകത്ത് കൊണ്ടുവന്നു, ചിന്തകൾ കൊണ്ടുവന്നു. യോനെ എന്ത് ചെയ്തു? അടുത്ത വാക്യം വായിക്കാം. അടുത്ത വേറെ സ്ഥലത്തേക്ക്, നിനവേലേക്ക് പറഞ്ഞവനോട് തർശീശിലേക്ക് ചെല്ലാൻ വേണ്ടി അവൻ റൂട്ട് മാറ്റി. ഇന്ന് പ്രിയ മക്കളെ, ഈ ദൂത് കേൾക്കുമ്പോൾ ഓർത്തോണം, ഇത് ഞാൻ 4 ആഴ്ച കൊണ്ട് നിങ്ങളോട് പറയുന്ന ദൂതാണ്. ഈ ദൂത് കേൾക്കുമ്പോൾ ഓർത്തോണം, ദൈവം പറയുന്നത് ചെയ്യാത്തവനെ ദൈവം പറയുന്നിടത്ത് കൊണ്ടുവരും. കാര്യം എന്തുവാ? ദൈവം, നീ ദൈവത്തെ വിട്ടുപോയാൽ ദൈവം നിന്നെ വിടത്തില്ല. കാര്യം ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ദൈവത്തിന് ചില പദ്ധതി ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് ഓർത്തോണം പ്രിയ മക്കളെ, നമ്മൾ ഓർത്തോണം, എന്നെ കുറിച്ച് ആർക്ക് പദ്ധതിയുണ്ട്? ആർക്ക് പദ്ധതിയുണ്ട്? എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകരം ഓർത്തോണം, എന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്.
സ്തോത്രം. പദ്ധതിയുടെ വാർത്തകൾ ഓർക്കണം, ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. തങ്കമനുഷ്യർ വാർത്തകൾ ഓർക്കണം, എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്റെ ചിന്തയോ എന്റെ ബുദ്ധിയല്ല, ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. കാര്യം എന്തുവാ? എന്നെ ആ രീതിയിലാണ് ആര് കരുതുന്നത്? ദൈവക്കാരൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് ബന്ധമോ സ്വന്തമോ അപ്പനോ അമ്മയോ മക്കളൊന്നും അല്ല, ഇവരെല്ലാം തള്ളിക്കളയുന്ന ഒരു സമയമുണ്ട്. ഇവരെല്ലാം വെറുക്കുന്ന ഒരു സമയമുണ്ട്. വെറുക്കുന്ന ഒരു സമയമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്വന്തം ഒരു നായർ ഫാമിലിയാണ്, ഒരു അധ്യാപകന്റെ ഫാമിലിയാണ്. പുള്ളിക്കാരൻ, ഞാൻ അതിലെ പോയപ്പോ ഞാൻ അവിടെ വെളിയിരിക്കുന്ന കണ്ടപ്പോ പുള്ളിക്കാരനും വൈഫും ഇങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ അവർ പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി മാത്രം ഒറ്റയ്ക്ക് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, കുര്യൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇപ്പൊ നമ്മള് എന്താ സാറേ പ്രശ്നം? ഞാൻ പറഞ്ഞ വീടിന്റെ വല വെച്ച് വിളിക്കാൻ വന്നതാണ്. അപ്പൊ വീടും ഇല്ല കുരിയ, എല്ലാം പോയി കുരിയ. ഇപ്പൊ കേസുമേൽ കേസായിട്ട് കിടക്കും. ഞാൻ പോലീസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഫാമിലിയാ, നല്ല കുടുംബത്തിലെ ഫാമിലിയാ. സ്തോത്രം. മോൻ അമേരിക്കയില, മോൻ സ്തോത്രം കപ്പലിലെ ക്യാപ്റ്റനാ. എല്ലാം നല്ല ഫാമിലിയാ. എന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഡൈവോഴ്സാ കുരിയ, കുഞ്ഞ് ജനിച്ച് അപ്പോഴേ ഡൈവോഴ്സ്. ഇതിനെപ്പറ്റി എല്ലാം അങ്ങോട്ട് വിശദമായിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് പറയാം, എനിക്ക് കുര്യനെ കണ്ടപ്പോൾ കുര്യന്റെ അടുത്ത് വന്ന് എനിക്ക് കുറച്ചൊക്കെ സംസാരിക്കണം. ഞാൻ ഞെട്ടിപ്പോയി. പുള്ളിയുടെ മകന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചതാ. അടുത്തത് അവർ പാല് കാഴ്ച നടക്കും, വേറെ വീട് വരുന്നോണ്ടിരിക്കുക. അപ്പൊ അതെല്ലാം കൊണ്ട് സ്റ്റേ ചെയ്ത് വെച്ചേക്കും ഇപ്പൊ. സ്തോത്രം. അപ്പൊ അവ കുടുംബത്തിൽ നടക്കുന്ന കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. കാര്യം ദൈവമേ, അവരുടെ കുടുംബത്തിലും എന്ത് നല്ല സന്തോഷമായിട്ട് കഴിയുന്ന കുടുംബമായിരുന്നു. ഈ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ കുടുംബത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ അറിയാതെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്ന നമ്മൾ നോക്കുമ്പോ, പുറമേ നോക്കുമ്പോ എല്ലാം ഉണ്ട്. കാറുണ്ട്, വണ്ടിയുണ്ട്, അവർക്ക് പണമുണ്ട്, അവര് പോകുന്നത് നല്ല ഡ്രസ്സ്, വരുന്നത് നല്ല ഡ്രസ്സ്. പക്ഷെ അകത്തെന്തുവാ? സമാധാനം എന്ന് പറയുന്നില്ല. അപ്പൊ എന്നോട് പുള്ളി പറയാ, ഞാൻ സാറേ ഇത് നേരത്തെ മുതലേ ഉണ്ട് സ്കൂളിയ, ഇതെല്ലാം ഇങ്ങനെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പുള്ളിക്കാരൻ എനിക്കൊന്നൊരു 1.5 മണിക്കൂറോളം ഇരുന്നിട്ട് സംസാരിച്ചിട്ട് പോയപ്പോ പുള്ളിക്കാരൻ എന്തോ ആശ്വാസം ലഭിക്കുന്ന പോലെ പുള്ളി ഇറങ്ങിപ്പോയി. എന്നോട് പറയുക, വന്ന് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറയാം. പക്ഷെ ഞാൻ ഇത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നത് എന്തുവാ? ആ പ്രൗഢിയോടെ അവർ ഇരിക്കുന്നത്, ആ ചിന്തയിലായിരിക്കുന്നത്. പക്ഷെ ഭവനത്തിനകത്ത് നടക്കുന്ന വിഷയം ഇതെല്ലാം. അമ്മായിപ്പിനെതിരെ മരുമോള് കൊണ്ട് കേസ് കൊടുക്കുക. അതല്ല എന്തോ കേസാ. അമ്മായിപ്പിനെ നമുക്ക് നല്ലോണം അറിയാം, പുള്ളിക്കാരനെ അറിയാം, പോലീസുകാർക്ക് അറിയാം. പുള്ളിക്കാരനോട് അധ്യാപകനായിരുന്നു, അതുകൊണ്ട് ഒരുപാട് പേർക്ക് പുള്ളി അറിയാം. അപ്പൊ ഇന്നാളോ പുള്ളിയുടെ ഇടപെടിയില്ലാതാ, കുടുംബത്തിനകത്ത് ഇടപെടിയില്ല. പുള്ളി പറയാ, അടുപ്പിച്ച് മോനില്ലല്ലോ, മോൻ അങ്ങ് അമേരിക്കയിലില്ലയോ, അതുകൊണ്ട് തന്തെ പിടിക്കും. പുള്ളി പറയാ, ഇപ്പൊ 10-72 വയസ്സായി, ഇപ്പൊ ഞാൻ കൊടുക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിളിക്കും, പോകും, സംസാരിക്കും, തിരിച്ചു വരും. പുള്ളിക്കാരൻ ഒരു വലിയൊരു ഗുണമുണ്ട്, എവിടെ ചെന്നാലും പുള്ളി സംസാരിക്കും, ഹാസ്യത്തോടായാലും സംസാരിക്കും. പുള്ളിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പ്രൈസലോ. അപ്പോഴ് മാനസികമായി ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യാൻ എങ്ങനെ പറ്റും? ഇതെല്ലാം ചില കഴിയുമ്പോൾ ചിലവർ ചെയ്യുന്നത് എന്തോ അറിയാം, ഇത് കേട്ട് കഴിയുമ്പോൾ ഉള്ള വിഷയം തന്നെ പോയിട്ട് എന്ത് ചെയ്യും? ആത്മഹത്യ. ഞാൻ എന്തോ സാറേ ഇതിനകത്ത് മാക്സിമം പ്രശ്നമുണ്ടോ? ഇതിനകത്ത് കറക്റ്റ് പ്രശ്നമുണ്ടോ? കറക്റ്റ് പ്രശ്നമൊന്നുമില്ല കുരിയ. എന്നെ വൈഫിനെയും വൃദ്ധാലയത്തിൽ കൊണ്ടുവിടാം, അതാണ് മരുമോളെ ഇഷ്ടം. എന്നിട്ട് അവളെ അമ്മയും ഇവിടെ വന്ന് താമസിക്കും. വൃദ്ധസദനത്തിൽ എന്നെ എന്റെ കുടുംബത്തെ അത് ഇന്നടുത്തുണ്ടെന്നാ എപ്പോഴും മോന്റെ അടുത്ത് പറയുന്നത്. മോൻ പറഞ്ഞ അത് നടക്കത്തില്ല. ഇതാ സംഭവം. ഇതാ സംഭവം. ഇത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്നാ അവരെ കൊണ്ട് അങ്ങനെ ശല്യമുള്ള അപ്പനും അമ്മയൊന്നും അല്ലത്. മോൻ പറയാൻ എന്ത് അതേപടി ചെയ്തു കൊടുക്കുന്ന ഒരു അപ്പനാ. എനിക്ക് നല്ലോണം അറിയാം, ഫാമിലിയെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ചില കുടുംബത്തിനകത്ത് നേരെ തിരിച്ചെന്തെന്ന് പറയാം. ഇത് അങ്ങനത്തെ ഒരു ഫാമിലി അല്ലത്. സ്തോത്രം. അപ്പോഴ് ഇങ്ങനെയാണ് ഓരോ ഫാമിലിക്കകത്ത് നടക്കുന്നത്, ഓരോ കുടുംബത്തിനകത്ത് നടക്കുന്നത്. ദൈവത്തെ അറിയുന്ന ഭവനത്തിനകത്ത് ഒരു ഗുണമുണ്ട്, ഇങ്ങനൊരു വിഷയവും ഉണ്ടാവത്തില്ല. ഉണ്ടാവാൻ ആര് സമ്മതിക്കത്തില്ല? കർത്താവ് സമ്മതിക്കത്തില്ല. അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യപ്പണക്കവും സംസാരവും എല്ലാം ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത് ഇരട്ടി സന്തോഷവും മധുരവുമാക്കി ദൈവം തീർക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി, അല്ലയോ? നമ്മൾ ഓർക്കും, അയ്യോ എല്ലാം തീർന്നു. അങ്ങോട്ട് കുത്തിയിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചില 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഇരട്ടി സ്നേഹത്തോടൊന്നിക്കും, ഇല്ലയോ? അതാണ് ദൈവമക്കളുടെ ഭവനത്തിന്റെ വ്യത്യാസം. യോനയോട് പറഞ്ഞു, ഇപ്പോ യോന എന്ത് ചെയ്തു? നേരെ ദൈവത്തിന്റെ റൂട്ടെല്ലാം മാറ്റി. നമുക്കുള്ള ദൂത, നമ്മളെ സഭയ്ക്കകത്ത് നമുക്ക് ഓരോ ദൈവമക്കൾക്കുള്ള ദൂത. ഇത് കേട്ടോണം. യോന എന്ത് ചെയ്തു? നേരെ യോനയുടെ ഐഡിയ പ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ഓടിക്കളഞ്ഞെന്നാ പറയുന്നത്. ഓടിപ്പോയെന്നാണ്. ദൈവം കാണാത്ത രീതി ഓടി. ദൈവം കാണാതെ എവിടെ ഓടാൻ നമ്മൾ? ദൈവത്തെ മറച്ചുകൊണ്ട് നമ്മൾ എവിടെ പോകാനാ?
എവിടെ പോകാനാ? പാതാളത്ത് നീ മേശ പായൊരിക്കുക, അവിടെ ഞാൻ വരും. സ്തോത്രം. നീ എവിടെ ചെന്നാലും എന്ത് ചെയ്യും? ഞാൻ ഇറങ്ങി വരും. കാര്യം നിന്റെ മേൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തേക്കുവാ, നിന്നെ വിളിച്ചേക്കുവാ. നിനക്ക് രക്ഷിതാവ് എന്നെ തെരഞ്ഞെടുത്തേക്കുവാ. നീ എന്നെ തെരഞ്ഞെടുത്തുക. ഇനി നിന്റെ രക്ഷിതാവ് ഞാനാ. നീ എന്നെ വിട്ടു പോകാൻ പറ്റത്തില്ല. ഞാൻ നോക്കണം, ദൈവത്തിന്റെ ആ ആത്മാർത്ഥ സ്നേഹമെല്ലാം ഓർത്തു നോക്ക്. ഇത്രയും സ്നേഹിക്കുന്ന വേറെ ആരുണ്ട്? നമ്മളെ അപ്പനോ അമ്മയ്ക്കോ മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഇതേപോലെ സ്നേഹിക്കാൻ പറ്റൂ? ഒരിക്കലുമില്ല. ഒരു കാര്യം നമ്മൾ കൊടുക്കാതിരുന്നാൽ മതി, എല്ലാം തീരാൻ. ഇല്ലയോ? കൊടുത്തോണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു കാര്യം കൊടുക്കാതിരുന്നാൽ മതി, തീരാൻ. അത്രയും നാൾ കൊടുത്തിയൊന്നും ഓർമ്മ വെക്കുന്നില്ല. ഒരു നിമിഷം മതി തകർന്നു പോകാൻ. ദൈവം അത്രയ്ക്ക് ആരെ സ്നേഹിക്കുന്നുണ്ട്? ദൈവമക്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എന്നോട് ചിലവർക്ക് അതുകൊണ്ട് സ്തോത്രം അല്ലെ പുറത്ത് ചിലർ പറയും, ഇയാള് എപ്പോഴും കർത്താവ് എന്ന് പറയും. ഇയാള് ദേഷ്യം ഉണ്ടായിട്ടോ എനിക്കതൊരു വിഷയമേ അല്ല. എനിക്ക് കർത്താവേ ഉള്ളെന്ന് ഞാൻ തിരിച്ചറിഞ്ഞവനാ. സ്നേഹം എന്തുവെന്ന് തിരിച്ചറിഞ്ഞ കർത്താവിന്റെ സ്നേഹത്തിന് അപ്പുറമായ ഒരു സ്നേഹത്തിന് തൂക്കാൻ പറ്റത്തില്ലെന്ന്, അളക്കാൻ പറ്റത്തില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. യേശുവിന് മാത്രമേ ആരെ സ്നേഹിക്കാൻ പറ്റൂ? നമ്മളെ സ്നേഹിക്കാൻ പറ്റൂ, നമ്മളെ കൂടെ നിൽക്കാൻ പറ്റൂ. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? തർശീശിലേക്ക് ഒരു കപ്പലിനകത്ത് കയറി. അത് ഓർത്തോണം, അതിനകത്ത് പൈസ എല്ലാം കൊടുത്താ കയറിയിരിക്കുന്നത്. യാത്ര തർശീശിലേക്ക് പോവുക. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് വിട്ട് നീ എവിടെ പോയാലും ആരുണ്ട്? കർത്താവ് കൂടെ. അവനെ സഹായിക്കുന്നവന്റെ കാര്യം കഷ്ടകാലം. അവനെ സഹായിക്കുന്നവന്റെ കാര്യം കഷ്ടകാലോ. കൂലി മേടിച്ചിട്ട കപ്പലിൽ കയറ്റിയത്. യാത്ര കൂലി മേടിച്ചിട്ട കപ്പലിൽ കയറ്റിയത്. അപ്പോഴും ഒരു കപ്പൽ തുടങ്ങാൻ തുടങ്ങി പ്രശ്നം. കപ്പൽ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നവന്മാരാ. അവന്മാർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. കാര്യം എന്തുവാ? ഇതിനകത്ത് ദൈവം പറഞ്ഞു വരുന്ന അനുസരിക്കാതെ കിടപ്പുണ്ട്. ഇവൻ അനുസരിക്കാതെ ഈ കപ്പൽ മുന്നോട്ട് പോകത്തില്ല. സ്തോത്രം. കപ്പൽ മുന്നോട്ട് പോകത്തില്ല. നമ്മൾ ദൈവം പറയുന്ന അനുസരിക്കാതെ എന്ത് ചെയ്താലും ലാസ്റ്റ് വട്ടപൂജ്യത്തിലേക്ക് ഫ്ലോപ്പ് ആയി പോകത്തേയുള്ളൂ. അതിനകത്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നന്മയും അനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയുന്നു. നന്മയും അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാം. ദൈവത്തെ അറിയുന്ന ഭവനമാണോ? ദൈവത്തെ അറിയുന്ന മക്കളാണോ? അപ്പനും അമ്മയെ സ്നേഹിച്ചിരിക്കും. അപ്പനും അമ്മയും ദൈവത്തെ അറിയുന്നോ? മക്കളെ സ്നേഹിച്ചിരിക്കും. സ്തോത്രം. കാര്യം അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർ നിൽക്കും. അതാ തിരിച്ചും നിൽക്കും. അപ്പൊ ദൈവത്തെ അറിയുന്ന വലിയ കാര്യം നമ്മളെ ഭവനത്തിന്റെ നായകൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാണ് നമ്മളെ ഭവനത്തിന്റെ നായകൻ. സ്തോത്രമാല. അടുത്ത സ്റ്റെപ്പ് അവിടുത്തെ ഗൃഹനാഥൻ, അടുത്ത സ്റ്റെപ്പ് അമ്മ, അടുത്ത സ്റ്റെപ്പ് മക്കൾ. അവരുടെ പ്രായമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവും. ഇന്ന് ചില കുടുംബത്തിനകത്ത് രണ്ട് മക്കളെ ഉള്ളെങ്കിലും ഒരാൾ വിദ്യാഭ്യാസം ഇല്ലാത്തതാണെങ്കിൽ ഒരാൾ വിദ്യാഭ്യാസം ഉള്ളതാണെങ്കിൽ ഈ വിദ്യാഭ്യാസം ഉള്ളതിനെ പൊക്കുന്നത്, മറ്റവനെ അങ്ങ് തരം താഴ്ത്തുകയോ. അപ്പൊ ഈ വിദ്യാഭ്യാസം ഉള്ളവനെ എന്ത് ചെയ്യോ? അവനെ തരം താഴ്ത്തിയിട്ടേക്കോ. നിങ്ങൾ ഓരോ ഭവനത്തിനകത്ത് ചിലവർക്ക് പ്രായം കാണാം, ചിലവർക്ക് അവർക്ക് കഴിവ് കാണത്തില്ല, അവരെ എന്ത് ചെയ്യും? തരം താഴ്ത്തേക്കോ. ഈ കഴിവില്ലാത്തവര് യേശുവിന്റെ സന്നിധി വന്നാൽ ദൈവം കഴിവുള്ളവനാക്കി തരും, കഴിവാക്കി തരും. ഇല്ലയോ? സഹോദരങ്ങൾ അകത്ത് പോലും സമ്പത്തിന്റെ പേരിൽ വേർതിരിവാ. ആര് കാണിക്കുക? മാതാപിതാക്കൾ കാണിക്കുക. ആ രീതി പോകുന്നത് എന്തുകൊണ്ടാ? അവർ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടാ, ലോകത്തിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അവർക്ക് അതുണ്ടാവുന്നത്. അവർ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവർക്ക് സമ്പത്തിനെ ഒന്നും നോക്കത്തില്ല. അവര് അവരുടെ മക്കളെന്നുള്ള രീതിയിലേ സ്നേഹിക്കത്തുള്ളൂ, മക്കളെന്നുള്ള രീതിയിലേ സ്നേഹിക്കത്തുള്ളൂ, കരുതത്തുള്ളൂ. അത് അവരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹം. യോന പോയി കപ്പലിൽ കയറി. വായിക്കേ. സ്തോത്രം. കണ്ടോ? യഹോവയെ ദൈവം എന്ത് ചെയ്തു? സമുദ്രത്തിനകത്ത് ഒരു കൊടുങ്കാറ്റം കൽപ്പിച്ചു. കപ്പൽ തകർന്നില്ല, കപ്പൽ തകരുന്നതിന് പോലായി, തകർന്നതിന് തുല്യമായി. സ്തോത്രം. ഈ ദൈവത്തെ അമയാളല്ലേ സ്തോത്രം കൽപ്പിച്ചിട്ട് പോയ പുള്ളിയാ. ദൈവം പറഞ്ഞ കേൾക്കാതെ പോയ പുള്ളിയാ. കാര്യം പുള്ളിയുടെ ചിന്ത ഇതാ, ദൈവം പറഞ്ഞത് ഞാൻ പോയി ചെയ്യും, ലവന്മാർ നിലവിളിക്കും, ദൈവം ക്ഷമിക്കും. അപ്പൊ ഞാൻ ആരായിത്തീരും? അപ്പൊ ദൈവത്തിനാട്ടി വലിയവനാണെന്നുള്ള ചിന്തയിൽ പോയതാ. വന്നേക്കുവാ. ആ ചിന്ത കൊണ്ടാ എവിടെ വന്നേക്കുന്നത്? ഈ കപ്പലിൽ കയറി, തർശീശ് പോലുള്ള കപ്പലിനകത്ത് കയറിയിരിക്കുന്നു. ഇനി ഈ പാവപ്പെട്ട കപ്പലിലുള്ളവന്മാർ അനുഭവിക്കാൻ പോവാ. സ്തോത്രം. സമുദ്രത്തിനകത്ത് എന്തുണ്ടായി? ഒരു കൊടുങ്കാറ്റുണ്ടായി. കപ്പൽ തകരുന്ന രീതിയിലായി. സ്തോത്രം. അടുത്തത് കപ്പൽക്കാർ ഭയപ്പെട്ട് അവർ താൻ എന്ത് ചെയ്തു? വിളിക്കുന്ന ദൈവത്തെ വിളിക്കാൻ തുടങ്ങി.
അവന്മാർ പല ജാതിക്കാരന്മാരാ. അവന്മാരെന്ത് ചെയ്യാൻ തുടങ്ങി? ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അവന്മാരെ വിളിക്കുന്ന ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. എന്നിട്ടൊന്നും കപ്പലിൽ ഒരു അനക്കവും ഇല്ല. കപ്പൽ നശിക്കുന്ന രീതിയിൽ നിൽക്കുക. സ്തോത്രം. ഇത് ജീവിക്കുന്ന ദൈവത്തെ പറ്റിച്ചതിനകത്ത് ഒരു കിടപ്പുള്ള കാര്യം അവരറിഞ്ഞിട്ടില്ല. അവര് നോക്കിയപ്പോ എന്തുവാ? അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. അവരെന്ത് ചെയ്തു? അവര് വിളിക്കുന്ന ദൈവങ്ങളെ വിളിച്ചു നോക്കുന്നു. ഒരു മാറ്റവും എവിടില്ല, കപ്പലിലില്ല. കപ്പൽ തകരാറായിട്ടിരിക്കുന്നു. ഇപ്പൊ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ പോകുന്നവനെ ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് പറയുന്നത്. ആർക്കാ വരുന്നേ? ദൈവത്തെ അറിയാത്ത ജനത്തിന്. അവരറിയുന്നില്ലല്ലോ, കാര്യം അറിയുന്നില്ലല്ലോ, എന്താ ഇത് സംഭവിച്ചെന്ന് അറിയുന്നില്ലല്ലോ. അടുത്തത് അവര് ഏറ്റവും വലുതായിട്ട് പ്രാധാന്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്തായി വെച്ചിരിക്കുന്ന ചരക്കുകളെല്ലാം എന്ത് ചെയ്തു? കപ്പലിന് ഭാരം കുറയ്ക്കാൻ വേണ്ടി വെളിക്കാണു. ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ പോവുക. ജീവിക്കാത്ത ദൈവജനം ജീവിക്കുന്ന ദൈവജനത്തെ തിരിച്ചറിയാൻ പോവുക. ദൈവത്തെ തിരിച്ചറിയാൻ പോവുക. എന്ത് ചെയ്തു? അവരുടെ ബുദ്ധിയിൽ അവരതിന്റെ ഭാരം കുറച്ചു. കപ്പൽ തകരാതിരിക്കാൻ വേണ്ടി ഭാരം കുറച്ചു. അടുത്തത് ഒരു പേടി, ഒരു കുഴപ്പമില്ല. നമ്മളും ദൈവത്തിന്റെ സന്നിധിയില് ദൈവം പറഞ്ഞെല്ലാം കേട്ടിട്ട് നമുക്ക് ഒരു പേടിയില്ല. പക്ഷെ നമ്മളെ ഉള്ളിനകത്ത് നമുക്ക് തന്നെ ഉറപ്പുണ്ട്, എപ്പോഴായാലും കർത്താവ് വരും, നമ്മളെ സഹായിക്കും, വിടുതൽ തരുമെന്ന്. ചിലവർ പറയാറുണ്ട് ദൈവത്തിൽ വിശ്വാസമുള്ള. എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഒരു പേടിയില്ല, ഭയമെല്ലാം കാണും. പക്ഷെ നമുക്കത് പുറത്തു വരത്തില്ല. കാര്യം എന്തുവാ? പുറത്ത് പേടി വരത്തില്ല. കാര്യം നമുക്കറിയാം നമ്മളെ വിളിച്ച ആരാ? കർത്താവ്. അത് യോന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി പഠിപ്പിക്കുന്നുണ്ട്. എന്തുവാ? യോന സുഖമായിട്ട് കിടന്നുറങ്ങും. കപ്പൽ അവിടെ ഇളകുക, കപ്പൽ തകരാൻ പോവുക. കപ്പൽ ഇപ്പം മൊത്തം പോവും. സ്തോത്രം. കാര്യം എന്തുവാ? കപ്പലിൽ കിടക്കുന്ന ചരക്കല്ല എന്ത് ചെയ്യുക? തല്ലുക. ഇതേപോലെ നമ്മളെ ഭവനത്തിനകത്ത് ചില വിഷയത്തിനകത്തെല്ലാം നമ്മൾ കരഞ്ഞോണ്ടൊക്കെ നിൽക്കുക. അപ്പൊ ഈ സഭയുടെ കാര്യം എന്തായാലും ക്രിസ്റ്റിയോട് വെച്ച് അവൻ മൈൻഡ് ചെയ്യും. അവൻ വന്ന് ഉറങ്ങും, അവൻ കഴിക്കും, അവരുടെ പാഞ്ഞു പോകും. അല്ലാതെ അവന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. സ്തോത്രം. കെൽവിന്റെ അടുത്ത് വെച്ചാൽ അവനൊരു വിഷയമല്ല. കൃപയോട് വെച്ചാൽ വിഷയമല്ല. ചില പിള്ളേർ കിടന്ന വീടില്ല, അതില്ലെന്ന് പറഞ്ഞിട്ട് ഓടുക. ഇവന്മാർക്ക് മൂന്നെണ്ണത്തിന് ഒരു വിഷയമില്ല. ഞാൻ പലപ്പോഴും ഓർക്കും ഈ മൂന്നെണ്ണം എന്തുവന്മാര് ചിന്തിക്കുന്നത്, എന്തുവന്മാര് കാണിക്കുന്നത്. ഇവന്മാർക്ക് അതൊന്നും വിഷയമല്ല. ഇവന്മാര് പറയുന്നത് ഇപ്പൊ ഉണ്ടോ ഞങ്ങൾ കഴിക്കട്ടെ, ഇപ്പൊ ഉണ്ടോ കൊടുക്കാൻ മേടിച്ചുക, ഉണ്ടോ ഇല്ലയോ വേണ്ട. അവർക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയുന്നു. നമുക്ക് അടുത്ത വീട് വേണം, ചർച്ച വേണം, ദൈവമക്കൾ വേണം. ഇതിനു വേണ്ടിയല്ല അതിനൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, സഭ കിട്ടാൻ വേണ്ടി പറയുന്നത്. പക്ഷെ ഇതിനകത്തൊന്നും ഞങ്ങൾ ഭാരപ്പെടുന്നില്ല. ഇതെന്ന് പറഞ്ഞ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കത്തില്ല. ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്ത് ഇവര് പരാതി പറയാൻ തുടങ്ങി, എന്റെ കാര്യം പോയി ഇല്ലയോ? ഇവര് പരാതി പറയാൻ തുടങ്ങി, അയ്യോ എനിക്ക് അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് പരാതി തുടങ്ങി കഴിഞ്ഞാൽ എന്റെ കാര്യം പോയി. ഇവർക്ക് ആ വിഷയത്തിനകത്തൊന്നും എന്തില്ല, ഒരു ഇതുമില്ല, ഒരു കുലുക്കവും ഇല്ല. സ്തോത്രം. ഞാൻ അങ്ങനെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു ഫാമിലി ഉള്ളതാണ് എനിക്ക് എന്റെ ഏറ്റവും കൂടുതൽ ബലം. അല്ലാതെ ഇവര് അത് വേണോ ഇത് വേണോ എന്ന് എന്റെ അടുത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ലേ? എനിക്കത് വേണം, എനിക്ക് ഇങ്ങനെ വിടണം, എന്നെ അങ്ങനെ വിടണം എന്നെല്ലാം പറഞ്ഞു പോയി. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം പഠിക്കണം. സ്തോത്രം. 3 കുഞ്ഞുങ്ങൾക്കും എതിരെ പല ഐഡിയകൾ പറഞ്ഞാലും അവരെ അവസരം ദൈവത്തിലേ പെയ്യത്തുള്ളൂ. ദൈവത്തിന്റെ വചനം പഠിക്കണം, ആ ലെവലിൽ പോകണം. അവരുടെ ചിന്ത മൊത്തം അവസാനം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന അതിലാണ്. അതുകൊണ്ട് അവർക്ക് എന്തില്ല, അല്ല ഇന്നത് വേണം അത് വേണമെന്നൊന്നുമില്ല. അവർക്ക് ഇപ്പോഴത്തെ ഉള്ള കാര്യം അതാണ്. ദൈവമക്കളെ കുറിച്ച് ആരാഗ്രഹിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നത്. നാളത്തെ കുറിച്ച് കരുതുന്ന കാര്യമൊന്നും അവരുടെ വിഷയമേ അല്ല. നാളെ അതിന്റെ ഭാവി എന്തോ അവർക്ക് വിഷയമേ ഇല്ല. കാര്യം എന്തോ അവരുടെ ദൈവത്തെ ഏൽപ്പിച്ചു പോവുക. അവര് പറയുന്ന കാര്യമുണ്ട്. ചെറുപ്പം മുതൽ അവര് കേട്ട വചനം ഇതാ, അവരെ പഠിപ്പിക്കുന്ന മാർഗം ഇതാ. അപ്പോഴവരെന്ത് ചെയ്യത്തുള്ളൂ? അതിന്റെ പിന്നാലെ പോകത്തുള്ളൂ. അതിനകത്ത് പുതിയ കാര്യങ്ങൾ കൊണ്ട് വെച്ച് അവരെന്ത് ചെയ്യത്തില്ല, ഏറ്റെടുക്കത്തില്ല. അത് പഴയ ആൾക്കാരെല്ലാം പറഞ്ഞില്ലേ, ചെറുപ്പം മുതൽ കിട്ടുന്നത് സ്തോത്രം, ചെറുപ്പത്തിൽ കിട്ടുന്നത് അവസാനം വരെ അത് കൊണ്ടുപോകും. സ്തോത്രം. ആ ചെറുപ്പത്തിൽ കിട്ടുന്നതാ വലിയൊരു മാറ്റം. അതുപോലെ ചിലവർ പറയാറുണ്ട്, വിശ്വാസത്തിൽ കുടുംബത്തിനകത്തുനിന്ന് ഇറങ്ങിയവൻ സ്ട്രോങ് ആണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം സ്ട്രോങ് ആയിരിക്കും, വരുന്നവരെല്ലാം സ്ട്രോങ് ആയിരിക്കും. താമസിക്കും, പക്ഷെ വരുമ്പോൾ അവരെല്ലാം സ്ട്രോങ് ആയിരിക്കും. കാര്യം എന്തോ വിശ്വാസത്തിൽ ഉറച്ചു കണ്ട ഇറങ്ങിയിരിക്കുന്നത്, ആ അടിസ്ഥാനത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതേപോലെ ഇന്ന് പകലും ദൈവത്തിന്റെ ദൂത് പറയുക, നമ്മൾ അടിസ്ഥാനം ഉറപ്പാണോ നമ്മൾ കുലുങ്ങിപ്പോകും. അടിസ്ഥാനം കുലുങ്ങിപ്പോകുന്നതാണെങ്കിൽ നമ്മൾ വീഴും, ഇല്ലയോ? സ്തോത്രം.
ഈ സഭയ്ക്കകത്ത് തന്നെ ഈ സഭ തന്നെ തകർക്കാൻ പല രീതിയിൽ നോക്കി നടന്നോ. ദൈവം കൊണ്ടുപോയിട്ടുള്ളതാണെങ്കിൽ ദൈവം ചെയ്യും, അത് പണിതുകൊണ്ടിരിക്കും. പണിത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ആര് പണിതോളും? കർത്താവ് പണി. യോന സുഖമായിട്ട് ഉറങ്ങും, ഒന്നും അറിയാത്തവരെ പോലെ കിടന്നുറങ്ങും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുക, ആൾക്കാർ ഓടുക. അവര് അവിടെ കിടക്കുന്ന അവരുടെ സ്വത്തിനെ എല്ലാം, അവർക്ക് വിലപ്പെട്ട ചരക്കിനെ എല്ലാം അവർ പുറത്ത് കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ നോക്കുക, ആവത് നോക്കുക. അവരുടെ ചിന്ത ഭാരം ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം. അതേപോലെ തന്നെ അവരുടെ ചിന്ത, ഇനി ഞങ്ങൾ ദൈവത്തിങ്ങളെ വിളിക്കാത്തതുകൊണ്ട് അവരെ എല്ലാം നേർച്ച കാഴ്ച ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. പക്ഷേ കപ്പലിൽ ഒരു മാറ്റമില്ല. കപ്പൽ എന്ത് ചെയ്യുക? തകരാറുണ്ട്. ഇത്രയെല്ലാം വിഷയം ഉണ്ടായിട്ടും ആർക്കും പ്രശ്നമില്ല. ദൈവത്തിന്റെ വിളിയുള്ളവന് ഒരു പേടിയില്ല. അവൻ കിടന്ന് എന്ത് ചെയ്യുക? ദൈവത്തോട് സൗന്ദര്യപ്പിണക്കത്തിന് പോയവനാ, ഉറങ്ങുക. അടുത്ത വാക്യം. കപ്പൽ പ്രമാണി ഓടി വന്നവന്റെ അടുത്ത് പറയുന്നത്, നീ എന്തിനാ ഈ ഉറങ്ങുന്നത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുക? ചാടി എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. ചിലപ്പം വിളിച്ചപേക്ഷിച്ചാൽ ആ ദൈവം കണ്ണു തുറക്കട്ടെ, നിനക്ക് വേണ്ടി ഇത് ശാന്തതയാക്കട്ടെ. യോനക്കറിയാം എന്തുകൊണ്ടാ കിട്ടുന്നത്. ദൈവമക്കൾക്കെല്ലാം അറിയാം, അടി കിട്ടുമ്പോൾ അറിയാം എന്തുകൊണ്ടാണെന്ന് നല്ലോണം അറിയാം. ദൈവത്തെ യഥാർത്ഥമായി ആരാധിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ വിട്ട് എന്തെങ്കിലും എല്ലാം കൊട്ട് കിട്ടുമ്പോൾ നല്ലോണം അറിയാം. വേറെ ആരും ഉപദേശിക്കേണ്ട, നല്ലോണം അറിയാം എന്തുകൊണ്ട്, ഏത് വഴിയില ഇത് കിട്ടുന്നതെന്ന് അറിയാം. ആ വഴി ക്ലിയർ ആക്കിയാൽ ദൈവം അനുഗ്രഹിക്കുന്നു അല്ലയോ? സ്തോത്രം. അനുഗ്രഹിക്കുന്നു അറിയാം. നമ്മള് ചെയ്യേണ്ടതും ചെയ്യാതിരിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാ വന്നതെന്ന് നമുക്കറിയാം. നമ്മളത് ഏറ്റു പറഞ്ഞാൽ, ക്ഷമ ചോദിച്ചാൽ, ദൈവസ്ഥലിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആര് പണി? ദൈവം നമ്മളെ പണി. അവര് വന്ന് പറയുക, നിന്റെ ദൈവത്തെ ഒന്ന് വിളി. ചിലപ്പോൾ നിന്റെ ദൈവമായിരിക്കും വഴി തുറക്കുന്നത്. അവർക്കറിയത്തില്ലല്ലോ ഈ കിടക്കുന്ന ആരാണ്. വിളിച്ചുണർത്തിയിട്ട് പറയുക, നീ എന്താ പേടിക്കാത്തെ? ഞങ്ങളെല്ലാം പേടിക്കുക. ഇപ്പൊ കപ്പൽ മുങ്ങി നമ്മൾ നശിച്ചു പോവും. നീ ഞങ്ങളെ എന്തിനാ ഇങ്ങനെ നീ സ്തോത്രം ഒരു പേടിയും ഇല്ലാതെ എങ്ങനെയാണ് ഉറങ്ങുന്നത്? ഒന്ന് എഴുന്നേക്ക്. യോനയ്ക്ക് അതും ഒരു വിഷയമേ. സ്തോത്രം. അടുത്തത്, ഈ ഒരു വിഷയം ഇല്ലാതിരുന്നപ്പോ അവര് ചോദിച്ചു, നീ ആരാ? അടുത്ത ഭാഗം അതാ, നീ ആരാ? യോന പറഞ്ഞു, ഞാൻ പ്രവാചകനാ. ആരെയാ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതാ. അവർക്കപ്പോഴും മനസ്സിലായി കാര്യം എന്തുവാ? അവര് വിളിച്ച ദൈവം ഒന്നും മറുപടി കൊടുക്കുന്നില്ല. അവര് ഇത്രയും നാളും ആരാധിച്ച് നേർച്ച കാഴ്ച ചെയ്ത ഒറ്റ ദൈവവും അവര് ദൈവമെന്ന് കണ്ട ഒന്നും അവർക്ക് എന്ത് ചെയ്യുന്നില്ല? മറുപടി കൊടുക്കുന്നില്ല. അപ്പൊ ഇവൻ മാത്രം വ്യത്യസ്തനായിട്ട് കിടക്കുക. അതുകൊണ്ട് അവന്റെ അടുത്ത് വെച്ച് ഇവൻ ആരാ? സ്തോത്രം. എന്താ പ്രശ്നം? സ്തോത്രം. യോന എടുത്ത് പറയുക, പ്രശ്നമൊന്നുമില്ല, എന്നെ പിടിച്ചങ്ങ് കടന്നിട്ടാൽ കാര്യമില്ല, ശാന്തമായിക്കൊള്ളു. സ്തോത്രം. കാര്യം എന്തുവാ? ഞാൻ പ്രശ്നമായതുകൊണ്ടാവുന്നു. ദൈവമക്കൾക്ക്, യഥാർത്ഥ ദൈവമക്കൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് വീഴ്ചകൾ, കുറവുകൾ വരുമ്പോൾ നമുക്ക് കുറ്റബോധം അല്ലെങ്കിൽ മനസ്സിനകത്തൊരു ഭാരമാവുന്നെങ്കിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ആരോടാ? ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. നീ മനുഷ്യനോട് പറയുമ്പോഴാ നീ പരിഹാസമാവുന്നത്. പക്ഷെ ദൈവത്തോട് നിന്റെ കണ്ണുനീര് ഒഴുക്കിയാൽ നീ പരിഹാസമാവത്തില്ല. കാര്യം, ഒഴുക്കുന്ന കണ്ണുനീര് ആര് മാറ്റും? കർത്താവ് മാറ്റും, നിന്നെ സൗഖ്യപ്പെടുത്തും. അപ്പൊ അതിനോട് വെച്ചു നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. ദൈവസ്ഥലിലേക്ക് അടുത്ത ആഴ്ചയിലേക്ക് അതിന്റെ ബാക്കി കൊണ്ടുവരാം. 2-3 ആഴ്ചയിലുള്ള വിഷയമാണത്. സ്തോത്രം. ദൈവസ്ഥലിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ആര് കൈവിടത്തില്ല? കർത്താവ് കൈവിടത്തില്ല. ഒരിക്കലും കൈവിടത്തില്ല. ദൈവസന്നിധിയില് ഏറ്റെടുത്ത് കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമക്കളെയും അവരുടെ ഒരു വാക്കിനെയും ആര് കൈവിടത്തില്ല? നിശ്ചയമായി നമ്മളെ കണ്ണുനീര് കണ്ട് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മളെ കുടുംബത്തിനകത്ത് നടക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം, സ്തോത്രം, നമ്മൾ വന്ന ചില പോരായ്മ. അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ വന്ന പോരായ്മയാ നമ്മൾ പറയൂ. നമ്മളെ ചിന്ത എന്തുവാ? നമ്മൾ ഫുൾ ഓക്കെയാണ്, അല്ലേ? ഫുൾ ഓക്കെയാന്ന്
തീരുമാനിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ തെറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമ്മളങ്ങോട്ട് ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ്, എവിടാപ്പ ഈ പോരായ്മ വന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും എവിടാ വന്നിട്ടുള്ളത്, ഇന്ന് എനിക്കതൊന്ന് വെളിപ്പെടുത്തി തരും. നിശ്ചയമായി കർത്താവ് വെളിപ്പെടുത്തി തരും. ഒരു TV സ്ക്രീനിൽ കാണുന്നത് പോലെ നിന്റെ പ്രശ്നങ്ങൾ മൊത്തവും ആര് വെളിപ്പെടുത്തി തരും? കർത്താവ് വെളിപ്പെടുത്തി തരും. ആദ്യം നീ ഏറ്റു പറയാൻ തുടങ്ങുമ്പോൾ നിന്റെ അവസ്ഥ ആര് മാറ്റാൻ തുടങ്ങും? നമ്മളൊന്നും പൂർണ്ണരൊന്നുമല്ല. നമ്മളിലെല്ലാം കുറവുകളുണ്ട്, ബലഹീനങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. പക്ഷേ സ്തോത്രം, അത് ഏറ്റു പറയുമ്പോഴാണ് ആരനുഗ്രഹിക്കുന്നത്? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. എല്ലാ ദൈവമൊക്കെ എഴുതേക്കാം, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ്, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. അപ്പ ദൈവം, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും തടസ്സമായിട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും തടസ്സമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് പകലുണ്ടെങ്കിൽ ഇന്ന് പകൽ അതെല്ലാം മാറണേ. അപ്പ ദൈവമേ, ഇന്ന് ദൈവമക്കൾ നിൽക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കരം അവരെ തുറന്നേ. അപ്പ ആ ദൈവ സാന്നിധ്യം അവരിലേക്ക് വെളിപ്പെടുത്തപ്പ. ദൈവം ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയും വെളിപ്പെടുത്തപ്പ. ദൈവം പറഞ്ഞത് ചെയ്യാതെ ഞങ്ങൾ എന്തെങ്കിലും വേർപെട്ട് ജീവിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളോടൊന്ന് ക്ഷമിക്കണേ അപ്പ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണേ അപ്പ. ഞങ്ങളുടെ സംസാരത്തിൽ വന്നുപോയത്, ഞങ്ങളുടെ പ്രവൃത്തിയിൽ വന്നുപോയത്, ഞങ്ങളെ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളിൽ വന്നുപോയത് കർത്താവേ യേശുവപ്പ, ഇന്ന് പകല് ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുക കർത്താവേ. അതുകൊണ്ടാണോ ചില പ്രതികൂലങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് വന്നിരിക്കുന്നത്? അതുകൊണ്ടാണോ ചില നന്മ ഞാൻ പ്രാപിക്കാൻ പറ്റാതെ എന്റെ കുടുംബത്തിൽ തടസ്സമായി നിൽക്കുന്നത്? എന്റെ സംസാരത്തിൽ വന്നുപോയതാണോ? എന്റെ പ്രവൃത്തിയിൽ വന്നുപോയതാണോ? എന്റെ ചിന്തകളിൽ വന്നുപോയതാണോ? എന്റെ കൊടുക്കൽ വാങ്ങൽ വന്നുപോയതാണോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ചാടി ഇറങ്ങിയിട്ടുണ്ടോ? കർത്താവേ, ഇന്ന് പകലെന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പ. അതെന്റെ നന്മയ്ക്ക് തടസ്സമാവല്ലേ, എന്റെ തലമുറയ്ക്ക് തടസ്സമാവല്ലേ, എന്റെ ദേശത്തിനകത്ത് എന്റെ ഭവനം അനുഗ്രഹപ്പെടാൻ തടസ്സമാവല്ലേ. ഇന്ന് പകല് കർത്താവേ, ഞങ്ങളത് ഏറ്റു പറയണപ്പാ. ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ വീഴ്ചകളെ ഏറ്റു പറയുവാണപ്പാ. ദൈവം, ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് ഇവിടുന്ന് എഴുതാക്കാവൂ. ദൈവം, ഇവിടുന്ന് മടങ്ങുന്നത് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങാവൂ. അതിനകത്തുള്ള എല്ലാ ബലഹീനങ്ങളും കർത്താവ് ക്ഷമിക്കണേ, എല്ലാ പ്രതികൂലങ്ങളും കർത്താവ് ക്ഷമിക്കണേ. ഇന്ന് കർത്താവിന്റെ കരത്തോട് സ്തോത്രം. ഇന്ന് യേശുവിന്റെ സന്നിധിയിലേക്ക് ഹൃദയം ഏൽപ്പിച്ചുകൊണ്ട് ഒന്ന് പൂർണ്ണ ഹൃദയത്തോട് ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ, അപ്പാ, പിതാവേ, ഞാൻ അറിഞ്ഞും അറിയാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ എന്റെ നന്മയ്ക്ക് തടസ്സമാവല്ലേ, എന്റെ അനുഗ്രഹത്തിന് തടസ്സമാവല്ലേ, എന്റെ മക്കളെ അനുഗ്രഹത്തിന് തടസ്സമാവല്ലേ, എന്റെ മരുമക്കളെ അനുഗ്രഹത്തിന് തടസ്സമാവല്ലേ, എന്റെ കൊച്ചുമക്കളുടെ അനുഗ്രഹത്തിന് തടസ്സമാവല്ലേ, എന്റെ ഭർത്താവിന് തടസ്സമാവല്ലേ, എന്റെ ഭാര്യയ്ക്ക് തടസ്സമാവല്ലേ, എന്റെ അപ്പാ പിതാവേ എന്റെ അപ്പനും അമ്മയ്ക്ക് തടസ്സമാവല്ലേ. ഇന്ന് പകൽ എന്തെങ്കിലും അനുഗ്രഹത്തിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം പൂർണ്ണമായി ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പ. ഇന്ന് കാലത്ത് ദൈവം തൊടുന്നതിനായി സ്തോത്രം. ആ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവജനത്തോടും ദൈവം സംസാരിക്കുക. ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് നിങ്ങളെ ഹൃദയത്തെ ഏൽപ്പിന്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് കർത്താവ് ഇറങ്ങി വരാൻ പോവുക. അടുത്ത ആഴ്ച അതിന്റെ സാക്ഷ്യം ഞാൻ പറയാൻ പോവുക. ആ രീതിയിലേക്ക് ദൈവം എന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ പോവുക. അതിനകത്ത് എന്റെ ദൈവത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. ദൈവത്തിന്റെ വലിയ ശക്തമേറിയ മറുപടി ഇന്ന് പകൽ ഞാനും എന്റെ കുടുംബം പ്രാപിക്കാൻ പോവുക. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ വെല്ലുവിളികളും മാറട്ടെ. യേശുവിന്റെ ശബ്ദത്തിന്റെ പകൽ വെളിപ്പെടാട്ടെ, യേശുവിന്റെ ദയന്റെ പകൽ വെളിപ്പെടാട്ടെ, യേശുവിന്റെ അനുഗ്രഹത്തിന്റെ പകൽ വെളിപ്പെടാട്ടെ. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ, ഞാനും എന്റെ കുടുംബം ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ, എന്റെ തലമുറ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടതാ. ദേശത്ത് ഞങ്ങൾ അനുഗ്രഹപ്പെടുന്നവനാ, ദൈവത്താൽ അനുഗ്രഹപ്പെടുന്നവനാ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം.